great things for us, and we are filled with joy. Psalm 126, verse 3. Greetings in the name of our Lord and Savior Jesus Christ. With hearts full of gratitude and joy, I warmly welcome you all to the valedictory session of Marbles, the Marthoma Basquios Leadership Enrichment Program, organized by the Malankara Marthoma Syrian Church. Today marks the completion of a meaningful 6-month journey, a journey of learning, reflection, and growth for the clergy wives of our church. As the 5th batch, we gather not just to conclude, but to celebrate God's guidance and faithfulness throughout this enriching experience. Let us begin this blessed occasion by invoking the presence of our Lord. I invite Ms. Starlet Mariam Sunil Kochuma to lead us in the opening song. അങ്ങെപ്പോലെൻ ദൈവമേ ആരുള്ളിലോകേ അങ്ങില്ലല്ലാതെ വേറെയില്ലെന്നാശ്രയം അങ്ങിൽ മാത്രം ചായുന്നെൻ പ്രാണപ്രിയനേ അങ്ങിൽ മാത്രമാണെന്നും എൻ്റെ സർവസ്വം ആരാധന അങ്ങേക്കാരാധന എന്നേശുവേ അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന എന്നേശുവേ അങ്ങേക്കാരാധന എന്നെ മുറ്റമായി ഞാൻ സമർപ്പിക്കുന്നേ നിൻ വചനത്താൽ എന്നെ കഴുകേണമേ നിന്റെ ഹിതം പോലെന്നെ നടത്തണമേ ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ ആരാധന അങ്ങേക്കാരാധന എന്നേശുവേ അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന എന്നേശുവേ അങ്ങേക്കാരാധന നിൻ വഴികളിൽ ഞാൻ നടക്കുവാനായി വഴി കാട്ടിയായി എന്നെ നയിക്കേണമേ വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാതയിൽ നിർത്തിയിടേണമേ ആരാധന അങ്ങേക്കാരാധന എന്നേശുവേ അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന എന്നേശുവേ അങ്ങേക്കാരാധന. Thank you, Starlet Kochuma. Now let us bow our hearts for prayer. I invite Ms. Asha Anna Abraham Kochuma to lead us in opening prayer. പ്രാർത്ഥിക്കാം. ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങളെ വിളിക്കുകയും വേർതിരിക്കുകയും ചെയ്ത ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ നല്ല യാത്രയുടെ യാമത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, നോമ്പിൽ 33 ദിവസങ്ങൾ പിന്നിടുമ്പോൾ പ്രിയ വൈദികരോടൊപ്പം ഞങ്ങൾക്കും കർത്താവ് നിന്റെ മക്തമേറിയ ശുശ്രൂഷയ്ക്കായിട്ട് ഈ നാളുകളിൽ നീ അവിടെ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്ന ദൈവിക കൃപകൾക്കായിട്ട് നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, 6 മാസക്കാലം കർത്താവെ മർത്തോമാ സഭയിൽ ബസ്ക്യാമോസ് ഫെലോഷിപ്പിന്റെ ഭാഗമായി ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ തിരുവചനങ്ങൾ പഠിക്കുന്നതിനും കർത്താവെ ദൈവശാസ്ത്ര ചിന്തകൾ ഒരുമിച്ച് പങ്കിടുന്നതിനുമൊക്കെയും നീ അവിടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ വിലയേറിയ അവസരങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവെ, ഈ നാളുകളത്തെ ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെയും ഏറ്റവും അനുഗ്രഹകരമായി തീർന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, അതിന് ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രിയ അച്ഛന്മാർക്കായിട്ടും കൊച്ചുമാർക്കായിട്ടും ഒക്കെ ഞങ്ങൾ നിന്നെ ഓർക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയ തിരുമേനി ഞങ്ങൾ ഓർക്കുന്നു.
കർത്താവെ തിരുമേനിയുടെ എല്ലാ നല്ല ശുശ്രൂഷകൾക്കായിട്ടും നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ പ്രിയപ്പെട്ടവരിലൂടെയൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ നീ അവിടുന്ന് പകർന്നു വന്നതായ എല്ലാ നല്ല ദൈവിക നന്മകൾക്കായിട്ടും നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ ഈ നാളത്തെ ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെയും ഞങ്ങളുടെ ശുശ്രൂഷകളിൽ, ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ, കുടുംബ ജീവിതത്തിൽ, ഞങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഇടപെടലുകളിലൊക്കെയും ഞങ്ങളുടെ ജീവിതങ്ങൾ, ഞങ്ങളുടെ ശുശ്രൂഷകൾ എപ്രകാരമായിരിക്കണമെന്ന് ഈ നാളുകളിലൊക്കെയും പ്രിയപ്പെട്ടവരിലൂടെ നല്ല മാതൃകകളെ ഞങ്ങളുടെ മുൻപിൽ വരച്ചു കാട്ടിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തുടർന്ന് ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളിലും ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ തക്കോണം കർത്താവെ നീ അവിടെ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുകൃപ കൂടെ ഇതിന് സഹായിക്കണം. ഇന്നത്തെ എല്ലാ കാര്യപരിപാടിയിലും നിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കോണം അവിടെ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വവും നിന്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു, എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. Thank you, Kochima. As we begin this blessed gathering, I invite Ms. Feby Elizabeth Matthews Kochima, Secretary of the Mahatma Baskyumas Fellowship, to welcome the gathering. ഈ വാലഡിറ്ററി സെഷന്റെ അധ്യക്ഷ ഡോക്ടർ അന്നമ്മ തോമസ് കൊച്ചമ്മ, ഇന്നത്തെ മുഖ്യ അതിഥി വെരി റവറൻസ് ഷാംപി തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട ഉമ്മൻ വർക്കി അച്ഛൻ, കോഴ്സ് ഡയറക്ടർ ബഹുമാനപ്പെട്ട സുജിത് സാ മാമൻ അച്ഛൻ, കൂടി വന്നിരിക്കുന്ന കൊച്ചമ്മമാർ ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനം. മാർത്തോമ സഭയിലെ ബസ്ക്യോമമാരെ പട്ടക്കാരോടൊപ്പം അവരുടെ ശുശ്രൂഷകളിൽ ആത്മവിശ്വാസത്തോടും കാര്യക്ഷമമായും പ്രവർത്തിക്കുവാൻ പ്രാപ്തരാക്കുവാൻ വേണ്ടി 2021 ആരംഭിച്ച 6 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഓൺലൈൻ പഠന പരിപാടിയാണ് മാർത്തോമ ബസ്ക്യോമോസ് ലീഡർഷിപ്പ് എൻറിച്ച്മെന്റ് സ്കൂൾ. ഈ കോഴ്സിലൂടെ ദൈവശാസ്ത്ര അടിത്തറ ഉണ്ടാകുന്നതിനും ശുശ്രൂഷ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ മനസ്സിലാക്കി ഫലപ്രദമായ രീതിയിൽ തങ്ങളുടെ ദൗത്യം നിർവഹിക്കുന്നതിനും സാധിക്കുന്നു. 2025 ജൂലൈ 3 ആരംഭിച്ച് 2026 മാർച്ച് 5 അവസാനിച്ച 5ാമത് ബാച്ച് ഉൾപ്പെടെ 168 ബസ്ക്യോമമാർ ഇതിന്റെ ഗുണഭോക്താക്കളായി. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ന് ഈ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നത് ദുബായിലുള്ള ബിജു സാം സാറാണ്. സാറിനോട് മാർത്തോമ ബസ്ക്യാമോസ് ഫെലോഷിപ്പിന്റെ പ്രത്യേകമായ സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ വാലിഡിറ്ററി സെഷനിൽ അധ്യക്ഷത വഹിക്കുന്ന മാർത്തോമ ബസ്ക്യാമോസ് ഫെലോഷിപ്പിന്റെ പ്രസിഡന്റ് ഡോക്ടർ അന്നമ്മ തോമസ് കൊച്ചമ്മയാണ്. ഈ പഠന പരിപാടിയുടെ ഫെസിലിറ്റേറ്റർ ആയ ഉഷ കൊച്ചമ്മ ബസ്ക്യാമോസ് ഫെലോഷിപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നല്ല നേതൃത്വം ഈ നാളുകളിൽ നൽകിക്കൊണ്ടിരിക്കുന്നു. കൊച്ചമ്മയെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. മുഖ്യ സന്ദേശം നൽകുന്നത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പങ്കെടുക്കുന്ന വെരി റവറൻ ഷാംപി തോമസ് അച്ഛനാണ്. അച്ഛൻ പുന്നക്കാട് ഇമ്മാനുവൽ മാർത്തോമ ഇടവകാംഗവും ഇപ്പോൾ ബാംഗ്ലൂർ എക്യുമെനിക്കൽ ക്രിസ്ത്യൻ സെന്റർ ഡയറക്ടറുമാണ്. അച്ഛൻ അനുഗ്രഹീതനായ വേദപുസ്തക വ്യാഖ്യാതാവും കൺവെൻഷൻ പ്രസംഗകനുമാണ്. സുഗ്രാഹ്യമായി ദൈവവചനവും ദൈവശാസ്ത്രവും പങ്കുവയ്ക്കാനുള്ള അച്ഛന്റെ കഴിവ് എടുത്തു പറയത്തക്കതാണ്. ഏറെ ആദരവോടെ വെരി റവറൻ ഷാംപി തോമസ് അച്ഛനെ ഈ വാലിഡിറ്ററി സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സുജിത് സാ മാമൻ അച്ഛൻ മാർബിൾസിന്റെ കോഴ്സ് ഡയറക്ടറും അതോടൊപ്പം ഫെസിലിറ്റേറ്ററുമായി ഈ നാളുകളിൽ ശുശ്രൂഷ ചെയ്യുന്നു. CSSMന്റെ ഡയറക്ടറായി ശുശ്രൂഷ ചെയ്യുന്ന അച്ഛൻ മാർബിൾസ് എന്ന ഓൺലൈൻ പഠന പരിപാടിയുടെ കരിക്കുലം തയ്യാറാക്കിയത് മുതൽ നാളിതുവരെ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. എല്ലാ വ്യാഴാഴ്ചയും രാത്രി 8 മണി മുതൽ 9:30 വരെയുള്ള ഈ പഠന പരിപാടിയിൽ പങ്കെടുത്ത് വേണ്ട നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. അച്ഛനെ ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പഠന പരിപാടിയിൽ 19 പേർ അടങ്ങുന്ന ഒരു ടീം ഫെസിലിറ്റേറ്റർമാരായി പ്രവർത്തിച്ചു വരുന്നു. ബഹുമാനപ്പെട്ട ഉമ്മം വി വർക്കി അച്ഛൻ ഫെസിലിറ്റേറ്റർമാരിൽ ഒരാളാണ്. അച്ഛൻ ഇന്ന് സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നു. പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഫെസിലിറ്റേറ്റേഴ്സായി പ്രവർത്തിച്ച എല്ലാ കൊച്ചമ്മമാരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ സെഷനിൽ
പ്രാരംഭ പ്രാർത്ഥന നിർവഹിച്ച ആശ അന്ന ജാക്സൺ കൊച്ചമ്മ, ഗാനങ്ങൾ ആലപിക്കുന്ന സ്റ്റാർലിറ്റ് മറിയം കൊച്ചമ്മ, സ്മിത മെറിൻ കൊച്ചമ്മ, ഫെസിലിറ്റേറ്റേഴ്സിന്റെയും പാർട്ടിസിപ്പൻസിന്റെയും ഭാഗത്തു നിന്ന് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന യഥാക്രമം ഡോക്ടർ ആഗി സജീവ്, മിസ്സിസ് ഡോണ സന്തോഷ്, മിസ്സിസ് കൃപ തങ്കം കൊച്ചമ്മമാർ, കൃതജ്ഞത അറിയിക്കുന്ന ബെസ്കാമോസ് ഫെലോഷിപ്പിന്റെ മുൻ പ്രസിഡന്റും കോർ ഗ്രൂപ്പ് അംഗവുമായ മിസ്സിസ് സുസമ്മ ജോർജ് മാത്യു കൊച്ചമ്മ, ഇന്നത്തെ ഈ മീറ്റിംഗ് കോമ്പയർ ചെയ്യുന്ന അനീറ്റ മേരി വർഗീസ്, ക്രിസ്റ്റീന കെ തോമസ് എന്നീ കൊച്ചമ്മമാരെ വളരെ സന്തോഷത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് വീഡിയോ പ്രസന്റേഷൻ നിർവഹിക്കുന്നത് ജോൺസിൻ മറിയം കൊച്ചമ്മയാണ്. പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. മാർബിൾസിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിച്ചത് മിസ്സിസ് സോണി മേരി സ്റ്റാലിനാണ്. 5ാമത് ബാച്ചിന്റെ ആരംഭം മുതൽ ഈ സമയം വരെയും എല്ലാ കാര്യങ്ങളും നന്നായി കോർഡിനേറ്റ് ചെയ്ത പ്രിയപ്പെട്ട കൊച്ചമ്മയെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ഓൺലൈൻ പഠന പരിപാടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന കോർ ഗ്രൂപ്പ് അംഗങ്ങളായ കൊച്ചമ്മമാരെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഈ 5ാമത് ബാച്ചിൽ 37 കൊച്ചമ്മമാർ ഗുണഭോക്താക്കളായി. വാലഡിറ്ററി സെഷനിൽ പങ്കെടുക്കുന്ന ഈ പ്രിയപ്പെട്ട കൊച്ചമ്മമാരെ ഏവരെയും വളരെ സന്തോഷത്തോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനിയും സ്വാഗതം ചെയ്യുവാനായിട്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഏവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Thank you for the warm welcome, Kochama. Now I invite Dr. Annamma Thomas Kochama for the presidential address. Respected Very Reverend Dr. Shambi Thomas Achan, Reverend Sujit Samamanachan, Reverend Ummambi Varkiyachan, Marbles Coordinator, Soni Kochama, Facilitators I Protikina Kochama, Participants I Protikina Kochama, Martama Beskiamas Fellowship in the office bearers, committee members. In the Zoom platform, Irikina, Evercom, Christu Eswil, Snehavanana. Marbles, Martama Beskiamos Leadership Enrichment School. പേരിനാൽ തന്നെ അന്വർത്ഥമായിരിക്കുന്നത് പോലെ പരിവരുത്ത പാറകഷ്ണങ്ങളെ നനുനനുത്തതും മിനുസവുമായ മാർബിൾസ് എന്ന അവസ്ഥയിലേക്ക് രൂപാന്തരം പ്രാപിക്കുന്നത് പോലെ മർത്തോമ ബെസ്കാമോസ് ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിലുള്ള ഈ രൂപാന്തര പ്രക്രിയ അതിന്റെ 5 ബാച്ചുകൾ പൂർത്തീകരിച്ച് വിജയതിലകം അണിയിക്കുന്ന ഈ സന്ധ്യയിൽ I am extremely glad and proud to address you all with a presidential note. ഇന്ന് മെയിൻ ടോക്ക് നൽകാനായി വികാരി ജനറൽ ഷാംബി തോമസ് അച്ഛൻ സന്തോഷപൂർവ്വം നമ്മുടെ ക്ഷണം സ്വീകരിച്ചു. അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛൻ്റെ PhD ടോപ്പിക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വിഷയമാണ്. ടെലിവിഷൻ, റിലിജിയൻ ആൻഡ് ദ പ്രാക്ടീസസ് ഓഫ് എവറിഡേ ലൈഫ് ഓഫ് മാർത്തോമ ക്രിസ്ത്യൻ ഇൻ കേരള. അതായത് പ്രൈം ടൈം ആൻഡ് പ്രെയർ ടൈമിനെ നാം എങ്ങനെ വേർതിരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അതായിരുന്നു അച്ഛൻ്റെ ടോപ്പിക്. ആശയവിനിമയം ചെയ്യാൻ അച്ഛന് അസാധ്യ കഴിവാണ്. ബാംഗ്ലൂർ UTC ഫാക്കൽറ്റി ആയിരുന്ന അച്ഛൻ്റെ ക്ലാസ്സുകൾ മികവുറ്റതാണ്. അച്ഛനെ ഇന്ന് നമുക്ക് മെയിൻ ടോക്കിനായിട്ട് ലഭിച്ചത് നമ്മുടെ ഭാഗ്യമാണ്. നമുക്ക് അച്ഛനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തല്ലോ. ഒരിക്കൽ കൂടി നല്ല വാക്കുകൾ കൊണ്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഞാൻ ഈയിടെ ഒരു യുവ പട്ടക്കാരനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവാഹമൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണെന്നറിഞ്ഞു. വേറെ ബോട്ട്സ് അന്വേഷിച്ചപ്പോൾ ഹൈലി ക്വാളിഫൈഡ്, വെൽ പ്ലേസ്ഡ്, കേരളത്തിന് പുറത്ത് വളർന്നതിനാൽ ഇനഫ് എക്സ്പോഷർ എല്ലാം ഉണ്ട്. കേട്ടപ്പോൾ നല്ലൊരു അലയൻസ്. എനിക്ക് പറയാൻ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, ഒരു ലേമാൻ ലെവലിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും നല്ല ഒരു മാച്ച്. എന്നാൽ ഒരു പട്ടക്കാരൻ്റെ ഭാര്യയാകുമ്പോൾ ഫേസ് ചെയ്യേണ്ടതായി വരുന്ന ചലഞ്ചസിനെ പറ്റി അച്ഛന് സംസാരിക്കാൻ സമയം കിട്ടിയോ? അച്ഛൻ പറഞ്ഞു, 2-3 മാസമുണ്ട്, ഇതുവരെ സംസാരിച്ചില്ല, സംസാരിക്കണം. നമ്മുടെ കൊച്ചമ്മമാരെല്ലാം ഹൈലി ക്വാളിഫൈഡ് ആണ്. നമ്മുടെ മാരാമൺ മീറ്റിൽ നമ്മൾ ഓണർ ചെയ്ത കൊച്ചമ്മമാർ എല്ലാം ഹൈലി ക്വാളിഫൈഡ്, PhD ചെയ്യുന്നവർ, CA, DPharm, അങ്ങനെ അവരവരുടെ ഫീൽഡിൽ എക്സൽ ചെയ്യുന്ന കൊച്ചമ്മമാരാണ് ഇന്ന് നമുക്കുള്ളത്.
അപ്പോൾ അവരോടൊപ്പം മിനിസ്ട്രിയിലായിരിക്കുന്ന അച്ഛന് കൈത്താങ് നൽകുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും എന്നാൽ ഈ കൊച്ചമ്മ ചെയ്യാനായിട്ട് പാടില്ല. വിവാഹത്തോടുകൂടി മിനിസ്ട്രിയിലേക്ക് ഇഷ്ടത്തോടെയോ അല്ലാതെയോ പ്രവേശിക്കുന്നവരാണല്ലോ കൊച്ചമ്മമാർ. പ്രത്യേക കോഴ്സോ പഠനമോ ഇല്ലാതെ എത്തപ്പെട്ട കൊച്ചമ്മമാരെ മിനിസ്ട്രിയുടെ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നതിന് പ്രാപ്തരാക്കുക എന്ന ശ്രമത്തിന്റെ ഭാഗമായി മാർബിൾസ് എന്ന ഈ പ്രോഗ്രാം നമ്മൾ ആരംഭിച്ചു. ഈ കോഴ്സിന്റെ മുഖ്യ അട്രാക്ഷൻ അതിന്റെ ഇന്ററാക്റ്റീവ് സെഷൻസ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇതിന്റെ ഒരു ഇന്ററാക്റ്റീവ് സെഷനിൽ ഒരു കൊച്ചമ്മ പറയുകയുണ്ടായി, തൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയുണ്ടായി. ഒരു വേള കൊച്ചമ്മ തൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛ എന്നെ കൊണ്ട് ഇത് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ആ കൊച്ചമ്മ പറഞ്ഞു, ഈ മാർബിൾസിന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തതോടുകൂടി അത്യാവശ്യം കോൺഫിഡൻസ് ഒക്കെ ലഭിച്ചു. അത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അതെ, ഈ 5th ബാച്ച് ഇന്ന് നമ്മൾ 37 കൊച്ചമ്മമാർ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അവരെ ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നു. അവർ ഓരോരുത്തരെയും സർവശക്തനായ ദൈവം മിനിസ്ട്രിയിൽ കൂടുതൽ തിളങ്ങുവാൻ, കൂടുതൽ അർത്ഥവത്തായി പ്രവർത്തിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു ചെറിയ ചിന്ത പങ്കുവെക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 22, 1-5, പ്രോവേർബ്സ് ചാപ്റ്റർ 22, 1-5. അതിന്റെ 3-ാം വാക്യം ഇപ്രകാരം പറയുന്നു: വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു, അല്പബുദ്ധികളോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു. ഒന്നുകൂടി ഞാൻ പറയുകയാണ്. വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു, അല്പബുദ്ധികളോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു. മിനിസ്ട്രിയെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ, കോർ ഓഫ് മിനിസ്ട്രി ഈസ് ടു സെർവ് അതേഴ്സ് റാദർ ദാൻ ബി സെർവ്ഡ്. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാൻ ഇറങ്ങിത്തിരിച്ചവരാണ് നാം ഓരോരുത്തരും. അച്ഛന്മാരോടൊപ്പം മിനിസ്ട്രിയിലേക്ക് എത്തിയവർ. സോ our main purpose is to care for the needy. Scope of ministry is to care the needy. മിനിസ്ട്രിയുടെ സ്കോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ടു കെയർ ദ നീഡി. മറ്റുള്ളവരെ സഹായിക്കുവാനായി വിളിക്കപ്പെട്ടവർ അവരാണല്ലോ കൊച്ചമ്മമാർ അഥവാ മിനിസ്ട്രിയിലുള്ളവർ. കൗൺസിലിംഗ് ഈസ് വൺ ഓഫ് ദ മെയിൻ സ്കോപ്സ് ഓഫ് മിനിസ്ട്രി. മിനിസ്ട്രിയുടെ മറ്റൊരു സ്കോപ്പാണ് കൗൺസിലിംഗ്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാലും വി ഹെൽപ്പ് അതേഴ്സ് ടു ഹെൽപ്പ് ദംസെൽസ് എന്നാണല്ലോ. മറ്റുള്ളവരെ അവരവരെ തന്നെ സഹായിക്കുവാൻ പ്രാപ്തരാക്കുക. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, സഹായിക്കുവാൻ, കരുതുവാൻ വിളിക്കപ്പെട്ടവരാണ് കൊച്ചമ്മമാർ, അച്ഛന്മാരും. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, സഹായിക്കുവാൻ, കരുതുവാൻ വിളിക്കപ്പെട്ടവർ. എന്നാൽ ഈ കരുതലുകൾ ജ്ഞാനപൂർവമായിരിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് നാം ഈ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജ്ഞാനപൂർവമായ കരുതലുകൾ ഇന്നിൻ്റെ ആവശ്യമാണ്. നാം മറ്റുള്ളവരെ സഹായിക്കുവാൻ നിർബന്ധിതരാണ്. എന്നാൽ ആ സഹായങ്ങൾ ജ്ഞാനപൂർവമായിരിക്കണം, വിവേകത്തോടു കൂടിയതായിരിക്കണം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നാം നമ്മെ മറന്നല്ല, നാം നമ്മെ മറക്കാതെ തന്നെ വിവേകപൂർവം സഹായഹസ്തം നീട്ടുന്നവർ ആകണം. സഹായിക്കുമ്പോൾ, കരുതുമ്പോൾ അനർത്ഥങ്ങൾ കാണുവാനുള്ള കണ്ണുകൂടി നമുക്കുണ്ടാവണം. നാം നമ്മെ തന്നെ മറന്ന്, നമ്മുടെ അവസ്ഥയെ മറന്നല്ല സഹായിക്കേണ്ടത്, അനർത്ഥങ്ങൾ കണ്ടുകൊണ്ട് വേണം നാം സഹായിക്കാൻ വേണ്ടത്. വിവേകമുള്ളവരാകാം. അനർത്ഥത്തിൽ ചെന്ന് ചാടി ഇല്ലായ്മയാകുവാൻ ഇടയാവരുത്. അതിർവരമ്പുകൾ സ്ഥാപിക്കാനും പഠിച്ചിരിക്കണം. സഹായിക്കുമ്പോൾ അതിർവരമ്പുകൾ സ്ഥാപിക്കാനും പഠിച്ചിരിക്കണം. യേശു തൻ്റെ ശിഷ്യന്മാരുടെ ആവശ്യങ്ങളെല്ലാം പരിഗണിച്ചപ്പോഴും തൻ്റെ സ്വന്തം വിശ്രമത്തിനും സമയം കണ്ടെത്തി. നാം മറ്റുള്ളവരെ സഹായിക്കാൻ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്വന്തം കാര്യങ്ങൾ മറന്നല്ല, എന്നാൽ അവയ്ക്കും നാം സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. മർക്കോസ് 4:38 പറയുന്നു, അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. യേശു തൻ്റെ സ്വന്തമായ ആവശ്യങ്ങൾ മറന്നല്ല ശുശ്രൂഷ ചെയ്തത്. ജ്ഞാനപൂർവമായ കരുതൽ, വിവേകപൂർവമായ ഇടപെടൽ, ഇത് രണ്ടും ഒരു കൊച്ചമ്മയ്ക്ക് ഉണ്ടാകേണ്ട ആവശ്യങ്ങളാണ്. ജ്ഞാനപൂർവമായ കരുതൽ, വിവേകപൂർവമായ ഇടപെടൽ. സ്വന്തം ആരോഗ്യവും ആവശ്യങ്ങളും പരിപാലിക്കപ്പെടണം. എന്നാൽ എങ്കിൽ മാത്രമേ ദീർഘകാലം ശുശ്രൂഷ ചെയ്യുവാൻ നാം പ്രാപ്തരാക്കപ്പെടുകയുള്ളൂ. നാം നമ്മുടെ ആരോഗ്യവും നമ്മളെ തന്നെയും സ്നേഹിച്ചില്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷ പാതി വഴിക്ക് നിൽക്കേണ്ടതായി വരും. ദൈവം സ്ത്രീക്ക് നൽകിയിരിക്കുന്ന കഴിവാണ് കരുതാൻ ഉള്ള മനോഭാവം. പ്രസവിക്കാത്ത മദർ തെരേസ എങ്ങനെ ലോകത്തിന്റെ മുഴുവൻ അമ്മയായി? അവൾക്ക് കരുതുവാനുള്ള മനോഭാവം, അതാണ് സ്ത്രീയുടെ ഏറ്റവും ഉദാത്തമായ ഭാവം. മിനിസ്ട്രിയും കുടുംബജീവിതവും പ്രൊഫഷണൽ ലൈഫും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇന്നത്തെ ബിസ്ക്യോമന്മാർ വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ അച്ഛന്മാർക്ക് നല്ലൊരു കമ്പാനിയനാകുവാൻ, കരുതലോടുകൂടി മിനിസ്ട്രി ചെയ്യുവാൻ, വിവേകത്തോടെ പ്രവർത്തിക്കുവാൻ. സദൃശ്യവാക്യം 31 പറയുന്നത് പോലെ ഷീസ് എ വെൽ പ്രിപ്പയർഡ് എന്ന് നമ്മെപ്പറ്റി പറയുവാനിടയാകട്ടെ. ഈ മാർവൽസിന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്ത്
ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന കൊച്ചമ്മമാരോടും എനിക്ക് പറയുവാനുള്ളത് ഇത് മാത്രം. നാം മിനിസ്ട്രിയിലായിരിക്കുന്നു, ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ നാം നമ്മുടെ മിനിസ്ട്രിയിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ജ്ഞാനപൂർവമായ കരുതലും വിവേകപൂർവമായ ഇടപെടലും ഉള്ളവരായി നാം നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ മിനിസ്ട്രിയിൽ ആയിരിക്കാം. ഇതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. Thank you, Kochima, for your inspiring and encouraging words. Reverend Sujit Sam Mamin, the guiding force behind Marbles, who envisioned this program and played a pivotal role in shaping its journey. With great gratitude, I request Achin to deliver the director's address. ഈ യോഗത്തിന്റെ അധ്യക്ഷയായിരിക്കുന്ന എസ്ക്യോമസ് ഫെലോഷിപ്പിന്റെ നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട കൊച്ചമ്മ, ഈ യോഗത്തിന്റെ മുഖ്യ അതിഥിയായിരിക്കുന്ന ഞാനേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ അധ്യാപകൻ കൂടിയായ വെരി റെവറൻഡ് ഡോക്ടർ ശ്യാം പി തോമസ് അച്ഛൻ, ഉമ്മൻവി വർക്കി അച്ഛൻ, പ്രിയപ്പെട്ട കോർ കമ്മിറ്റി അംഗങ്ങൾ, എന്നോടൊപ്പം ഈ വിദ്യാഭ്യാസ യാത്രയിൽ പങ്കുചേരുന്ന കൊച്ചുമ്മമാരെ, അധ്യാപകരായും വിദ്യാർത്ഥികളായും ഇതിന്റെ ഭാഗമായിരിക്കുന്നവരെ എല്ലാവർക്കും സ്നേഹവന്ദനം. മാർബിൾസിന്റെ 5ാമത് ബാച്ചിന്റെ വാലഡിക്ടറി മീറ്റിംഗ് ആയിട്ട് എന്ന് ചേർന്നിരിക്കുമ്പോൾ ഏറെ നന്ദിയോടുകൂടെ ദൈവസന്നിധിയിൽ ഞാൻ തലകളെ വണക്കുകയാണ്. അധികമാരും പ്രോത്സാഹിപ്പിക്കാതിരുന്നതായ ഒരു ഗവേഷണ വിഷയം പഠിച്ച് പുറത്തിറങ്ങുന്നതിന് മുന്നമേ തന്നെ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ടാഞ്ചിബിൾ ഫോമില് എക്സ്പ്രസ് ചെയ്തപ്പോഴും മാർബിൾസ് എന്നുള്ള ഒരു വേദി ദൈവം മുന്നൊരുക്കിയിരുന്നു. അത് ഇന്ന് 5 വർഷങ്ങൾ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ, 5 ബാച്ചുകൾ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ എൻ്റെ പഠനത്തിന് അതിനപ്പുറം വലിയ ഒരു സാങ്കത്യം എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഞാൻ പഠിച്ചത് പ്രയോജനകരമായി എന്നും അത് ചിലർക്കെങ്കിലും ഒരു പരുവപ്പെടലിനും രൂപപ്പെടലിനും ഒക്കെ മുഖാന്തരമാകുന്നു എന്നുള്ളതും എന്നെ ദൈവ വഴികളിൽ പൂർണ്ണമായി വിശ്വസിച്ച് എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ യാത്രയിൽ ചേർന്ന് നിൽക്കുന്ന എല്ലാ സഹോദരങ്ങളോടും പ്രത്യേകമായിട്ടുള്ള സന്തോഷവും അറിയിക്കുന്നു. എസ്ക്യോമസ് ഫെലോഷിപ്പ് പ്രിയപ്പെട്ട അഭിവന്യ തീത്തോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ, അന്നമ്മ കൊച്ചുമ്മയുടെ നേതൃത്വത്തിൽ ഈ ആലോചനകളിലൊക്കെയും കൂടെ നിന്ന് സഹായിക്കുകയും എനിക്ക് വേണ്ടുന്നതായ കൈത്താങ്ങൾ നൽകുകയും ചെയ്യും. നിങ്ങളുടെ കറയറ്റതായ ഒരു സ്നേഹവും കരുതലും ഇതിനോട് ചേർന്ന് നിൽപ്പാനുള്ളതായ ഒരു ഡിറ്റർമിനേഷനും വളരെയധികം പ്രശംസനീയമാണ്. കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചതായ പ്രിയപ്പെട്ട സോണി കൊച്ചും ഓരോ ദിവസവും ഇടവേളകൾ അധികം എടുക്കാതെ അതത് ദിവസങ്ങളിലെ കാര്യങ്ങൾ ക്രമീകരിക്കുകയും അത് എല്ലാം കൃത്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതായ പ്രിയപ്പെട്ട സോണി കൊച്ചുമ്മ, അതോടൊപ്പം ഫെസിലിറ്റേറ്റേഴ്സ് ആയിട്ട് പ്രവർത്തിച്ചതായ കൊച്ചുമ്മ കഴിഞ്ഞ 5 വർഷമായി ഓരോ വർഷവും എന്തെങ്കിലുമൊക്കെ പുതുമകൾ ചേർത്ത് വയ്ക്കുവാൻ്റെ കോണം ആ ക്ലാസ്സുകളിൽ തങ്ങളെ തന്നെ ഒരുക്കുന്നതായ ഫെസിലിറ്റേറ്റേഴ്സ്, അതോടൊപ്പം വിശ്വസിച്ച് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കാലെടുത്ത് വെച്ചതായ ഇതിൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളായിരിക്കുന്നതായ കൊച്ചുമ്മമാർ, നിങ്ങൾക്ക് എല്ലാവരോടുമുള്ള പ്രത്യേക സന്തോഷവും കൃതജ്ഞതയും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. മാർബിൾസ് എന്ന ഈ ഒരു പ്രസ്ഥാനം ഏറെ അനുഗ്രഹകരമാകുന്നത് ഇതിനകത്ത് നിൽക്കുന്നതായ കൊച്ചുമ്മമാരുടെ നിലപാടുകൾ മൂലമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ നന്നാവാനുണ്ട് എന്നുള്ളതായ ചിന്തയാണ് കല്യാണവും കഴിഞ്ഞ് ചിലർക്കെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളുള്ള പ്രായത്തിൽ, അല്ല ചിലരെങ്കിലും സീനിയർ പ്രായത്തിൽ ഈ ഒരു ഉദ്യമത്തിൽ പങ്കുചേരുവാൻ്റെ കോൺ നിങ്ങൾ ശ്രദ്ധിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അഡൾട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പേർപ്പസീവ് ആകണം. പേർപ്പസീവ് അല്ല എങ്കിൽ ആരും ഈ പ്രായത്തിൽ പഠിക്കാൻ പോകത്തില്ല. അപ്പോൾ നിങ്ങൾ ഇത് പഠിക്കുവാൻ തയ്യാറായി എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ നിങ്ങൾ പറയാതെ പറയുന്ന ഒരു കാര്യം, ഐ സ്റ്റിൽ ഹാവ് എ സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെന്റ് എന്നുള്ളത്. ആ ഒരു ചിന്ത അനേക മനുഷ്യരിൽ നിന്നും നിങ്ങളെ വ്യത്യസ്തരാക്കുന്നു എന്നുള്ളത് നിങ്ങൾ അറിയാം.
ഒത്തിരി മനുഷ്യരുണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, ഇതിനപ്പുറം എന്തുവാ ഇനി ഞാൻ പഠിക്കാനുള്ളത്, ഇനി എന്താണ് എനിക്ക് മെച്ചപ്പെടാനുള്ളത് എന്ന് ചിന്തിക്കുന്നവർ. അതിനെക്കുറിച്ച് ഞാൻ കേട്ടതായ ഒരു 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 പറച്ചിൽ ഇങ്ങനെയാണ്: The most hopeless person is not the one who has failed, but the one who thinks there is nothing left in them to change. തങ്ങളിൽ ഒരു വ്യത്യാസത്തിനും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവനോളം ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ വേറെ ഇല്ല എന്നുള്ളതാണ്. നിങ്ങളെ മറ്റുള്ള അനേകരിൽ നിന്ന് വേർതിരിക്കുന്നതായ ഈ ഒരു പ്രത്യേകത ആയുഷ് പര്യന്തം, മരണപര്യന്തം സൂക്ഷിപ്പാൻ്റെ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഏതൊരു വിശ്വാസിക്കും ചാവുകടലിൽ നിന്നല്ല, യോർദാൻ നദിയിൽ നിന്ന് കുടിക്കുവാൻ അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിൽ നിന്നല്ല ജനം ശുശ്രൂഷ ഏൽക്കേണ്ടത്, ഒഴുക്ക് നീറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതത് സമയങ്ങളിൽ വെള്ളത്തിന്റെ ഒരു പുതുമ അവിടെ ഉണ്ട് എന്നാണ്. 4 വർഷത്തെ ഒരു ശുശ്രൂഷ ഒരു പള്ളിയിൽ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ഒരു അച്ഛനോ കൊച്ചുമ്മയ്ക്കോ പിന്നീട് ഒരു ഇംപ്രൂവ്മെന്റും ചെയ്തില്ല എങ്കിലും അടുത്ത പള്ളിയിൽ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കും. കാരണം അതിനോടകം പ്രസംഗങ്ങളൊക്കെ ആയി കാണും, ഒരു യോഗം നടത്താനുള്ള അത്യാവശ്യം പാട്ടുകളൊക്കെ കയ്യിൽ വന്നു കാണും. എന്നാൽ ഈ ശുശ്രൂഷ നീണ്ടു നിൽക്കുന്ന 30 40 വർഷങ്ങളിൽ ഓരോ വർഷവും പുതുമയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് നമ്മളെ റിലവന്റ് ആക്കുന്നതും ഒരു ഇറ്റേണൽ കണ്ടംപററി ആക്കുന്നതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ മാർബിൾസിന്റെ ഈ കോഴ്സിൽ നിങ്ങൾ പങ്കുചേരുമ്പോൾ എനിക്ക് നിങ്ങൾ ഇവിടെ നിന്നൊരു ടേക്ക് അവേ ആയിട്ട് എടുത്തുകൊണ്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, every day there is a scope for change and improvement in me എന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മാർബിൾസ് കഴിഞ്ഞു, 6 മാസം പഠിച്ചു കഴിഞ്ഞു, എനിക്കിനിയും എല്ലാം തികഞ്ഞു എന്നുള്ള ചിന്തയിലേക്കല്ല, മറിച്ച് ഇതിനപ്പുറത്തേക്ക് ചില ചുണ്ട് പലകകളെങ്കിലും ഈ കോഴ്സിൽ കിട്ടി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചിലപ്പോൾ അതൊരു ബുക്കായിരിക്കാം, ചിലപ്പോൾ ചില ഡിറക്ഷൻസ് ആയിരിക്കാം, ഒരു ഗവേഷണത്തിനുള്ള ഡിറക്ഷൻസ് ആയിരിക്കാം, ഒരു അന്വേഷണത്തിനുള്ളതായ ചില പ്രവർത്തികൾ രൂപപ്പെടുത്തുവാനായിട്ടുള്ള ചില സ്നിപ്പറ്റ്സ് ആയിരിക്കും ചിലർക്കെങ്കിലും ലഭിച്ചത്. അത് പെർസ്യൂ ചെയ്യുവാനായിട്ടുള്ള ധൈര്യം നമ്മളിൽ തന്നെ നമുക്ക് ഉണ്ടാകണം. അങ്ങനെയാണ് ഒരുപക്ഷെ മാർത്തോമാ ബസ്കിയോമോസിന്റെ ഈ ഒരു കൂട്ടായ്മ കൂടുതൽ റെലവന്റ് ആകുവാനും ഈ കാലങ്ങളിൽ യോജിച്ചതായ ശുശ്രൂഷ സരണികൾ പുതുമയോടെ കണ്ടെത്തുവാനും നമുക്ക് സാധിക്കും. നടന്ന വഴികളിലൂടെ നടക്കാൻ ഒരു വിധത്തിൽ എളുപ്പമാണ്. കാരണം മുൻപേ നടന്ന് അവിടെയൊക്കെ പതുങ്ങിയിട്ടുണ്ട്. വിശ്വകച്ചമ പറഞ്ഞതുപോലെ കൂർത്ത കല്ലുകളൊക്കെ അപ്പോഴത്തേക്ക് ഒന്ന് പരുവപ്പെട്ടിട്ടുണ്ട്. അതിലെ നടക്കുന്നതിന് പ്രത്യേകിച്ച് എഫേർട്സ് ഒന്നും ആവശ്യമില്ല. ഒരു സേവികാസംഗം നടത്താനോ ഒരു പ്രാർത്ഥനയോഗം നടത്താനോ ഒരു കൊയറിന്റെ ഭാഗമായി നിൽക്കാനോ സൺഡേ സ്കൂളിൽ ഒരു ക്ലാസ് എടുക്കാനോ ഒക്കെ ഏത് കൊച്ചുമ്മയ്ക്കും ഈ ഒരു കാലത്ത് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ എന്താണ് എനിക്ക് പുതുമയോടെ ഈ കാലത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ ശുശ്രൂഷ സരണി എന്നതോട് ഒരു തുടരന്വേഷണം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ഈ കോഴ്സിൽ അവസാനം പറയാൻ ശ്രമിച്ചത്, it is not just a few avenues that are opened before you. മാർത്തോമാ സഭയിലെ ഒരു പട്ടക്കാരന്റെ ഭാര്യയായി തീർന്നതിലൂടെ നിങ്ങളുടെ മുൻപാകെ ദൈവം തുറന്നു വെച്ചിരിക്കുന്ന അവസരങ്ങളുടെ ധാരാളത്വത്തെ കാണുവാൻ്റെ കോണം നിങ്ങളുടെ കണ്ണുകളെ തുറക്കുവാൻ ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണൽ ലെവലിലായാലും ഒരു മിനിസ്റ്റീരിയൽ ലെവലിലായാലും ഒരു പ്രൊഫഷണൽ സോഷ്യൽ എൻഗേജ്മെന്റിന്റെ തലങ്ങളിലായാലും ഒരു ഫാമിലി എന്നുള്ള നിലയിലാണെങ്കിലും ഈ പറയുന്ന 4 മേഖലകളിലേക്ക് ദർശനപരതയോടെ പ്രവർത്തിക്കുവാൻ്റെ കോണം എനിക്ക് സാധിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും. ഒരു ബസ്കിയോമോ ഒരു അച്ഛനോടൊപ്പം ചേരുമ്പോൾ കേവലം ഒരു മേഖലയിലേക്ക് ഒതുക്കപ്പെടുവാനുള്ളവരാണ്. യു ആർ ഹിസ് ഇന്റലക്ച്വൽ കമ്പാനിയൻ, യു ആർ ഹിസ് ഫെയ്ത്ത് കമ്പാനിയൻ, യു ആർ ഹിസ് കമ്പാനിയൻ ഇൻ ആക്ടിവിറ്റീസ്, യു ആർ ഹിസ് കമ്പാനിയൻ ഇൻ ദ ഫാമിലി. പല മേഖലകളിലാണ് നമ്മളുടെ കമ്പാനിയൻഷിപ്പ് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ പലപ്പോഴായിട്ട് എന്നോട് സൂചിപ്പിക്കുവാൻ ശ്രമിച്ചു നമ്മളുടെ ഡിസ്കഷൻസിലൊക്കെ തെളിയിച്ചതായ കാര്യങ്ങളും എല്ലാ അച്ഛന്മാരും ഒന്നും
കൊച്ചുമ്മമാരുടെ ഇൻവോൾവ്മെന്റിനെയും വളർച്ചയും പ്രോത്സാഹിപ്പിക്കുന്നവരൊന്നുമല്ല. എന്നാൽ അങ്ങനെ അല്ലാത്ത ധാരാളം അച്ഛന്മാർ നമ്മളുടെ ഇടയിലാണ്. നിങ്ങളുടെ ജീവിതം കർത്താവിന്റെ വിളിയാൽ ഇന്ന് സഭയുടെ ഭാഗമായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് നേടിയെടുക്കാവുന്നതായ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നേടിയെടുക്കാവുന്ന ഏത് പാതകളിലൂടെയും ധൈര്യത്തോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ ഭർത്താവിന്റെയും കുടുംബാംഗങ്ങളുടെയും സഭയുടെയും പിന്തുണയോടുകൂടെ നടക്കുവാന്റെ കോണം നിങ്ങൾക്ക് സാധിക്കേണ്ടത് ആവശ്യം. പത്രം പോലും വായിക്കാത്ത അനേകർ ഉള്ള ഒരു കാലഘട്ടത്തിൽ സാമൂഹിക ബന്ധങ്ങളും സാമൂഹിക സാഹചര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അർത്ഥവത്തായ ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം നിങ്ങൾക്ക് സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാം കടന്നു വന്നതായ വഴികളൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്നാണ് എൻ്റെ ഒരു വിചാരം. നമ്മൾ ആദ്യമേ ഈ കോഴ്സിൽ ശ്രമിച്ചത് ഒരു തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒരുക്കുവാൻ വേണ്ടിയാണ്. നിങ്ങളുടെ കഥകൾ ആഴമുള്ളതാണ്, അർത്ഥമുള്ളതാണെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാകുവാൻ ബിബ്ലിക്കൽ, തിയോളജിക്കൽ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലൂടെയൊക്കെ നമ്മൾ നടന്നു നീങ്ങി. അതിനുശേഷം നാം ഇന്ന് ഉൾപ്പെട്ടു നിൽക്കുന്നതായ സഭയുടെ ചരിത്രങ്ങളെക്കുറിച്ച്, അതിൻ്റെ ലിറ്ററജിയെക്കുറിച്ച്, അതിൻ്റെ തിയോളജിക്കൽ എംഫസിസുകളെ കുറിച്ചൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു. ബൈബിൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്, സൊസൈറ്റിയെ എങ്ങനെയാ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്, ഇതൊക്കെ അതിൽ തന്നെ പൂർണ്ണമായ ക്ലാസ്സുകളൊന്നും അല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഒരു അന്വേഷണത്തിന് വേണ്ടിയുള്ള തുടക്കം അവിടെ നിങ്ങൾക്ക് ലഭിച്ചു എന്നാണ് എൻ്റെ ഒരു വിചാരം. ഞാൻ അറിയാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് വളരെ നല്ലത്. അത് നമ്മളെ നിലത്തും താഴെ നിൽക്കാനായിട്ട് പ്രേരിപ്പിക്കുകയും കാലത്തിനനുസരിച്ച് പുതിയ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ്റെ കൊണ്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ പോയതായ വഴികളൊക്കെ നിങ്ങളുടെ ഒരു പേഴ്സണൽ ലെവലിൽ എങ്ങനെയാണ് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകേണ്ടത്, നിങ്ങളുടെ സോഷ്യൽ എൻഗേജ്മെന്റ്സിൽ എങ്ങനെ നമുക്ക് പെരുമാറുവാൻ, എങ്ങനെ നമുക്ക് കൂടുതൽ ആഴമായിട്ട് ഇടപെടുവാൻ സാധിക്കും, അതിൻ്റെ ചലഞ്ചസ് എന്താണ്, അതിൻ്റെ വെല്ലുവിളികൾ എങ്ങനെ നേരിടാം എന്നുള്ളതൊക്കെ നമ്മൾ പരസ്പരം ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്നതുപോലെ ചെയ്യണം എന്ന് ഒരിക്കൽ പോലും ഇവിടെ പറഞ്ഞിട്ടില്ല. പൗലോ കൊയ്ലോ എന്ന് നമ്മളുടെ പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ് എന്ന് പറയുന്നതായ പുസ്തകം എഴുതിയതായ മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞതായ ഒരു വാചകം, പൗലോ ഫ്രൈറെ പറഞ്ഞിരിക്കുന്ന വാചകം എങ്ങനെയാണ്: എഡ്യൂക്കേഷൻ ക്യാൻ ബി ഫോർ കൺഫർമേഷൻ ഓർ ട്രാൻസ്ഫോർമേഷൻ. ഒന്നുകിൽ നമ്മളെ ഈ സമൂഹത്തിന്റെ ഭാഗമാക്കി അതിൻ്റെ അടക്കി ഒതുക്കി അതിൻ്റെ ഭാഗമായി ഒരു ചലനവും പുറത്തേക്ക് വരുത്താൻ ഒക്കാത്ത വിധത്തിൽ ഒരു അടിമ പോലെ നമുക്ക് രൂപപ്പെടുത്തുവാൻ സാധിക്കും. അല്ല എങ്കിൽ ആ സമൂഹത്തിന്റെ മധ്യത്തിൽ നിങ്ങളെ പുതിയ വഴികൾ വെട്ടി തുറക്കുന്നതായ ആളുകളാക്കുവാൻ്റെ കോണം വിദ്യാഭ്യാസത്തിന് സാധിക്കും. മാർബിൾസ് ഓരോ കാലത്തിനും യോജിച്ച വിധത്തിൽ ബസ്ക്യോമോസ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിനെ രൂപപ്പെടുത്തുവാൻ നിങ്ങളുടെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത് സാമൂഹിക ബന്ധങ്ങൾ, ഇടവക തലത്തിലുള്ളതായ വിഷയങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇടപെടാം എന്ന് നമ്മൾ സംസാരിച്ചു. കുടുംബ ബന്ധങ്ങൾ, നമ്മളുടെ ഇമ്മീഡിയറ്റ് ഫാമിലിയിലും എക്സ്റ്റൻഡഡ് ഫാമിലിയിലും നമുക്ക് നമ്മുടെ റോളുകളെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ ചില പ്രത്യേക മേഖലകൾ, ട്രാൻസ്ഫർ സംബന്ധിച്ചുള്ളതായ വിഷയങ്ങൾ, ആരോഗ്യം സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ അസാധാരണമായ അനുഭവങ്ങളെ നേരിടുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുകയുണ്ടായി. എനിക്ക് ലഭിച്ചതായ ഫീഡ്ബാക്ക് ഫോമിൽ നിന്ന് കുറേയേറെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സ് വായിക്കുവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. ഈ യാത്രയിൽ ഒരുമിച്ച് നിന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പലപ്പോഴും ഒക്കെ കാണുമ്പോൾ ഒന്ന് വർത്തമാനം പറയാനായിട്ട് ശ്രദ്ധിക്കണം. വീഡിയോ മിക്കവാറും ഒക്കെ ഓഫ് ആയിരുന്നത് കൊണ്ട് മുഖപരിചയം അധികം പേരുടെ ഒന്നും ഇല്ല. എന്നാൽ പോലും തമ്മിലുള്ളതായ സ്നേഹവും റിലേഷൻഷിപ്സ് അധികം ആഴത്തോടെ സൂക്ഷിപ്പാട്ടെ കൊണ്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊന്ന് ബസ്ക്യോമോസിനെ ഒരു ഒറ്റക്കെട്ടായ ഒരു ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് പരസ്പര ധാരണയുള്ളതായ ഒരു ഗ്രൂപ്പായി രൂപപ്പെടുത്തുവാൻ നിങ്ങളുടെ ഈ ക്ലാസ്സുകൾ ഒരുമിച്ച് നമ്മൾ ഇരുന്ന് വർത്തമാനം പറഞ്ഞത്, ഒരുമിച്ച് നമ്മൾ കേട്ടതൊക്കെ മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ യാത്രയിൽ ആദ്യ അവസാനം കൂടെ നിന്നതായ ദൈവകൃപയ്ക്ക് നന്ദി പറയുന്നു. നിങ്ങളോട് എല്ലാവരോടും സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ മീറ്റിംഗ് തുടർന്നും ദൈവകൃപയാൽ നടക്കട്ടെ. ഇവിടെ ശ്യാമച്ചന്റെ സാന്നിധ്യം ഏറ്റവും അനുഗ്രഹകരമാണ്. ഞങ്ങൾ ഒരുമിച്ച് UTCയിലാണ് ബന്ധങ്ങൾ ആരംഭിച്ചത്. അച്ഛൻ എൻ്റെ അധ്യാപകനായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് പ്രിമറോസിൽ 3 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴും ഒരു വളരെ സ്നേഹവും സൂക്ഷിപ്പാൻ്റെ കൊണ്ട് സാധിക്കുന്നു. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ജൂനിയർ സീനിയർ അച്ഛന്മാർ, അസിസ്റ്റന്റ് വികാരിമാർ, അതിൻ്റെയൊക്കെ വിഷയങ്ങളൊക്കെ സംസാരിച്ചിരുന്നു.
എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കാവുന്ന കുറച്ച് അനർഘ നിമിഷങ്ങൾ സമ്മാനിച്ചിട്ടാണ് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞത് എന്നുള്ളതാണ് എൻ്റെ അനുഭവം. എല്ലാവർക്കും ആ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. നമ്മളതൊക്കെ സംസാരിച്ച വിഷയങ്ങളാണ്. ഒരുമിച്ച് ഇത്രയും സംസാരിക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ കഥകളൊക്കെ എഴുതണം. അതിന് പ്രത്യേകം വാലിഡിറ്റി ഉണ്ട്. നിങ്ങളുടെ കഥകളില്ലാതെ സഭാ ചരിത്രം പോലും എന്തുവാണ് പറയുന്നത്, ശുഷ്കമായി പോകും. കാരണം സഭയുടെ ചരിത്രത്തിൽ നിങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് വീണ്ടും പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കഥകൾ എഴുതുവാൻ മടിക്കരുത്. അത് ചുമ്മാതെ എവിടെയെങ്കിലും ഒന്ന് കുറിച്ചു വെക്കാനെങ്കിലും ശ്രദ്ധിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ചെയ്യുന്നു. താങ്ക് യു. Thank you for the meaningful message, Sweet Sachin. Now let us enjoy a melodious solo song from Miss Smita Marin Thomas Kochma. I invite Kochma for the song. കുരിശിൻ നിഴലായി ഞാൻ നിൽപ്പൂ കരുണാമയ ഹൃദയ അനുതാപ നിറയൂ പരിപാലക കുരിശിൻ നിഴലായി ഞാൻ നിൽപ്പൂ കരുണാമയ ഹൃദയ അനുതാപ നിറയൂ പരിപാലക കുരിശിൻ നിഴലായി ഞാൻ കനിവായി എന്റെ കരളിൽ മൃദുവായി വന്നു തഴുകും ഇരുളും എന്റെ വഴിയിൽ തിരിയായി വന്നു തെളിയും നാലോ ഭൂവിൽ എന്റെ ഭയം അതിന് ഞാനായി കുരിശിൻ നിഴലായി ഞാൻ നിൽപ്പൂ കരുണാമയ ഹൃദയ അനുതാപമായി നിറയൂ പരിപാലക കുരിശിൻ നിഴലായി ഞാൻ വന്നു പാരിൽ സുതനാഥൻ കുരിശിൽ രക്ഷയേക മൃതനായി വേഗജാതൻ ഭൂമിൽ നിന്റെ നാമം എങ്ങും സ്നേഹവചനം എങ്ങും പൂജ്യമൃതം കുരിശിൻ നിഴലായി ഞാൻ നിൽപ്പൂ കരുണാമയ ഹൃദയ അനുതാപമായി നിറയൂ പരിപാലക കുരിശിൻ നിഴലായി ഞാൻ നിൽപ്പൂ കരുണാമയ ഹൃദയ അനുതാപമായി
കുരിശിൻ നിഴലായി ഞാൻ. താങ്ക് യു. Thank you, Kochima. We are indeed blessed to have with us Very Reverend Dr. Shampi Thomas Achin, a former professor of the United Theological College, Bangalore, a devoted teacher and guide, inspiring many through his faith and wisdom. With gratitude, I request Achin to deliver the main address. The chairperson of this graduation function, Mrs. Usha Thomas, Dr. Usha Thomas, the course director, my friend and co-journer, Reverend Sujit Sam Mamanachan, all Kochamas, Women Work Achan, greetings to you all in the name of our Lord and Savior Jesus Christ. May I take this opportunity to offer my hearty congratulations to all the graduating Kochamas for daringly taking this step of getting enriched so that you will turn to be people of encouragement in the ministry. I also want to offer my congratulations to the director, Sujit Sam Mamanachan. I was one of those who were concerned about the scope of his research when he had shared with me. But today I am very happy that what he had done has become very fruitful for our Kochamas. Praise be to God, and thanks to the Baskiamos Fellowship for offering this opportunity to Achin, and also to Achin for taking up this initiative for the enrichment of all. I have gone through the various courses that you have undergone, and I am very much impressed that it was a very substantive and comprehensive curriculum that you had. And I am sure that you all have benefited much from this 6 months course. I was wondering what to tell you by way of graduation speech. But I was very much captivated by the very name that you have, Marbles. So what I have done, I thought I will take Marbles as an acronym to share what I have with you. MARBLES. But at the same time, connecting this marbles with a biblical model from a very familiar narrative that we all know, from John chapter 2, verses 1 to 11. So I want to humbly submit that Mary is a model for the marbles. And this brief 15-minute presentation, I want to suggest that we are all invited to be marbles. And if we take the first letter M, I want to suggest that it suggests to the ministry of presence. സാന്നിധ്യത്തിന്റെ സവിശേഷത. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പറയുന്നു, യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. She was there. She was present there. If you look carefully, she has got a derived identity. It is a care of identity. She is not introduced as her own. Even before Jesus was introduced into the narrative, she is presented as a derived identity. യേശുവിന്റെ അമ്മ ഒരു കെയർ ഓഫ് അഡ്രസ് ഈ അമ്മയ്ക്കുള്ളൂ. Many a time, as Usha Kochama was saying,
On your own, you may be very qualified, well read, well educated. But the moment you become a Kochumma, you all get a derived identity. I am not suggesting that it should be so all the time, but sometimes people get suffocated by that also. But what we see that even though Mary had a derived identity, she had become the impact player. ഈ ക്രിക്കറ്റ് കാണുന്നവർക്കൊക്കെ അറിയാം ഇപ്പൊ ഇമ്പാക്ട് പ്ലെയർ എന്താണെന്ന് ചോദിച്ചാൽ they will come and go, but they will make a very significant change. They transform the context. So Mary had only a derived identity, but she had ended up as an impact player. After saying each sentence, I am not going to connect it with your life because for the paucity of time, but you can reflect how some of you, as Usha Kochumma was saying, some of you may be accidental Kochummas, some of you may be anointed Kochummas, but all, irrespective of how you derive your identity, you all can become an impact player, an impact minister in the ministry of the Marthoma Church. How that becomes possible is through your availability and accessibility. I invite you to look at Mary through these words. She was there, she was available, and she was accessible. How are we called to become available people? How are we can be accessible people? And to whom are we become accessible in particular context? Are we becoming accessible to all, or to our age group, or to those who belong to our class, education, or our talents? Some of us may be gifted, but will we get into the temptation of getting associated with those who have only similar talents? So how do we understand our availability and accessibility, and how far we are with our particular focus and notions sometimes restrict our availability and accessibility is what I want to ask or present before you. So the ministry of presence. You may not be recognized all the time. You may not be there till the end of the narrative, but your presence matters. And the second one is on awareness of the context. Ministry of presence and awareness of the context. When I say the awareness of the context, നമ്മൾ ഈ നറേറ്റീവിലോട്ട് നോക്കിയാൽ അവിടെ മറ്റ് പലർക്കും അറിയാൻ കഴിയാതെ പോയത് അറിഞ്ഞ ഒരാളായിട്ടാണ് നമ്മൾ മറിയെ കാണുന്നത്. സൂക്ഷ്മ നിരീക്ഷണവും അറിവും. When you are accessible and available, you become more aware of the context of the parish, context of the church. എന്താണ് അറിയുന്നത്? You become aware of the deficiency in the context, the unspoken needs in the parish. അവിടെ വീഞ്ഞില്ല എന്ന് ഈ അമ്മ അറിഞ്ഞത് എങ്ങനെയാണ്? അവിടെ പബ്ലിസൈസ് ചെയ്ത ഒരു കാര്യമല്ല. Because of her sensitivity and sensibility, because of her availability and accessibility, she had gained this knowledge. And Sujitachan also was referring to, Usha Kochumma also was referring to wisdom and knowledge. So how do we come to be aware of the unspoken needs, the felt needs? How can we become the confidential news bearer in our context? ആ അമ്മയോട് ആരോ വിശ്വസിച്ച് പറഞ്ഞു, there is a need. And this is a very humiliating situation. അങ്ങനെ
തങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് പോലും പറയാൻ കഴിയത്തക്കവണ്ണമുള്ള ഒരു കോൺഫിഡൻസ് ഈ മറിയയിൽ അവർ കണ്ടു. സോ ക്യാൻ വി ബി അവെയർ ഓഫ് ദ കോണ്ടെക്സ്റ്റ്, sensible and the confidentiality that we could keep. And then I come to the third letter R, reimagining the solutions. Again, our former speakers have suggested pointers to that, and I don't want to repeat what they have done, but she was faced with a problem. But see, her reaction was not stereotypical. Her response was not repetitive. She is thinking out of the box. She is reimagining the solutions. Nobody else in that context would have thought in that way. She was there, her presence was there. She was aware of a felt need. How she responded to it is what makes her presence so wonderful for me. Reimagining the solutions. So this is the challenge. This is the challenge we have. We move from one context to another. Not all contexts can have the same solutions. How far we can reimagine, going the extra mile, thinking out of the box, address certain situations is the gift that we need to gain through our exposures, experience, and experiments. സവിശേഷ വഴികളിലൂടെയുള്ള പരിഹാരമാണ്. ആ തരത്തിൽ ഉള്ള ഒരു പരിഹാരം തേടുന്ന ഒരാളായി നമ്മൾ ഇവിടെ മറിയെ കാണുകയാണ്. സോ മിനിസ്ട്രി ഓഫ് പ്രസൻസ്, awareness of the context, and reimagination of the solutions. She is so proactive, not reactive. She is not resistive. She is progressive. She is not retaliating. She is offering her solidarity. She is risk-taking person. So in all these ways, how far we can reimagine taking certain risk to move from the stereotypical approaches to become proactive. അത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഇതെല്ലാം ചെയ്യുമ്പോഴും ഒരു പ്രശ്നമുണ്ട്. എന്താണ്? You need to bearing the brunt. Bearing the brunt. സഹനത്തിന്റെ സാഹചര്യം. സാന്നിധ്യമുണ്ട്, സൂക്ഷ്മ നിരീക്ഷണമുണ്ട്, സവിശേഷ രീതിയിലുള്ള ഇടപെടലുണ്ട്. ഇതൊക്കെ വരുമ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് റിറ്റാലിയേഷൻ ഉണ്ട്. Not all will agree to what you say. Not all will applaud your reimagination or your ministry of presence or even your awareness of the felt need. There will be resistance. There can be rash words. And many a time you end up bearing the brunt in the crossfires. In many contexts, in many parish situations, you may come in between Achan and people and people. So you may end up having to bear the brunt. But then I don't have to explain the context, how Jesus had responded to her, very rash reaction, unexpected retaliation, resistance. How do we cope? How do we respond? I always try to imagine the facial expressions of Mary when Jesus had turned and spoke those words to her. Think about her. What could have been her
facial expression at that time? Had she become very gloomy or glowy? How do we respond when we get into this crossfiring? Bearing the brunt. I need to move fast because my time is up, I know. L, leading without domination. സമ്മർദ്ദം ഏൽപ്പിക്കാത്ത നേതൃത്വം. She took the leadership even when she was resisted. She was not going to give up. She was not going to protect anybody. She has boldly risking her position. She has taken the lead, but she was not dominating. You see how she was maneuvering in the good sense of the word, how she was enabling people. That is my next point, but I'm taking it up now. Leading without domination. Her presence is not prohibitive. It is promotive. ചിലരെ നല്ല നേതൃത്വം എടുത്തുകൊണ്ടും കൂടുള്ളവരെ എല്ലാം ഡിസ്വേഡ് ചെയ്യും. ഇവിടെ യേശുവിനെ പോലും she is persuading, not dominating. When she goes to the servants who were there again, she is becoming more persuasive rather than domineering. So how can we develop a leadership style where our presence will not become very inhibitive? Here it is inviting, not inhibitive. Our leadership style should be an inviting one. It should be an energizing one rather than a dominating one, persuasive rather than authoritative. I move to the last points. Enriching networks. Enriching networks. സമൃദ്ധി സൃഷ്ടിക്കുന്ന സൗഹൃദങ്ങൾ അവർ കെട്ടിപ്പടുക്കുകയാണ്. ഈ യേശു ഈ വേലക്കാരെ കണ്ടിട്ടേ ഇല്ല. They were not friends before. They were not partners before. But now Mary is coming in between and facilitating or enriching networks, bringing resources together, persuading people to come together, those who are not on the same page. She is enriching a network. സമൃദ്ധി ഏകുന്ന സൗഹൃദങ്ങൾ സൃഷ്ടിക്കുന്ന ഒരാളായി ഈ മറിയ മാറുകയാണ്. In a parish situation, how can you enrich the networks? Bringing people together. അത് നമുക്ക് ഈ ഭാഗത്ത് കാണാം. Connecting the resources, enabling network with empathy. What are the takeaways that we can have? 3 years or 4 years when we are in a parish, how much we enrich the network. Sometimes people tend to get up with kitchen cabinets. Some networks they may have, but fracturing the existing networks of people. So how do we enrich the networks that we have there is the question that I want to leave with you. And the last one is S, supplication leading to revelation and faith, or mediation. സുവിശേഷത്തിന്റെ സവിശേഷ ചാലകമായി അവർ മാറുകയാണ്. She was only there halfway. She was not there till the end. But she has become a channel for God's glory. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നതിനും അനേകർ യേശുവിൽ വിശ്വസിക്കുന്നതിനും ഈ മറിയയുടെ ഇടപെടൽ മുഖാന്തരമായി മാറി. ഈ മറിയ എവിടെ ഇല്ലായിരുന്നു സംഭവിച്ചു? അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാം. എന്താണ് അവൾ ചെയ്തത്? സപ്ലിക്കേഷൻ ആണ്. സപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ടെന്ന് നമുക്കറിയാം. മധ്യസ്ഥതയാണ്, പ്രാർത്ഥനയാണ്, mediation ആണ്. So through her prayer, through her intervention, through her intercession, through her supplication, what is happening is God's glory is revealed. നമ്മളൊരു പള്ളിയിൽ ചെന്ന്
ഈ സപ്ലിക്കേഷൻ നടത്തുന്നത് നമുക്ക് ഗ്ലോറി കിട്ടാനല്ല, അല്ലെ നമ്മുടെ അച്ഛന് ഗ്ലോറി കിട്ടാനല്ല, ദൈവത്തിന് ഗ്ലോറി കിട്ടണം, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണം, അനേകർ യേശുവിൽ വിശ്വസിക്കണം. അതാണ് ആ വേദഭാഗത്തിന്റെ അവസാനം പറയുന്നത്. നമ്മൾ പള്ളിയിൽ ശുശ്രൂഷ ചെയ്തത് കൊണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടായോ? ദൈവത്തിൽ ആളുകൾ വിശ്വസിച്ചോ? അതാണ് ആത്യന്തികമായി പ്രധാനമുള്ളതായി തീരുന്നത്. എന്നാൽ അത് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത്? പേരില്ലാത്ത രണ്ട് മനുഷ്യരുടെ ജീവിതത്തെ പ്രഭാപൂരിതമാക്കിയ നിയോഗം മറിയ ഏറ്റെടുത്തപ്പോഴാണ്. Maria has a derived identity, but those two people who are getting married on that day, their name is not mentioned. അവരറിയപ്പെടാത്തവരാണ്. നമ്മുടെ ഇടവകളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ അറിയപ്പെടാത്തവരാണ് ഒത്തിരി പേര്. അവരുടെ ജീവിതങ്ങളെ പ്രഭാപൂരിതമാക്കാനുള്ള നിയോഗം നമ്മുടെ മിനിസ്ട്രി ഓഫ് പ്രസൻസിലൂടെ, അവയർനെസ് ഓഫ് ദ കോണ്ടെക്സ്റ്റിലൂടെ, റീഇമാജിനേഷൻ ഓഫ് ദ സൊല്യൂഷൻസിലൂടെ, ബെയറിംഗ് ദ ബ്രണ്ടിലൂടെ, ലീഡിംഗ് വിതൗട്ട് ഡോമിനേഷനിലൂടെ, എംപവറിംഗ് നെറ്റ്വർക്കിലൂടെ സാധ്യമാക്കുമ്പോഴാണ് നമ്മൾ മാർബിൾസായി മാറുന്നത്. അപ്പോൾ അത് വിശ്വാസ വർധനവിന് കാരണമാകും, ദൈവമഹത്വം വെളിപ്പെടുവാൻ വഴിയായി തീരും. അങ്ങനെയുള്ള മീഡിയേഷനും സപ്ലിക്കേഷനും നിർവഹിച്ച് ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുന്നതിനും വിശ്വാസ വർധന ഉണ്ടാകുന്നതിനും ഈ അറിവുകളും നിങ്ങളുടെ തന്നെയുള്ള ഈ നെറ്റ്വർക്കിങ്ങും നമ്മുടെ അറിവും കൂട്ടായ്മയും പഠനവും അത് സഹായമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ഉഷക്കൊച്ചമ്മയോട് പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. Thank you, Shampi Thomas Achan, for the enlightening and motivating message. Next, we will have the academic report presentation and video presentation by our Marbles coordinator, Miss Soni Stalin Kochma. Am I audible? Respected Very Reverend Dr. Shampi Thomas Achan, today's Chief Guest, President and Secretary Treasurer of Marthoma Basquiamos Fellowship, Reverend Sujit Sam Achan, Post Director of Marbles, and facilitators, core committee members, and my dear students. Greetings in the name of our Lord and Savior Jesus Christ. I take this as an honor and privilege to present before you the academic report of Marthoma Basquiamos Leadership Enrichment School, Marbles 2025-2026. The fifth batch of 6-month online educational venture for clergy wives of the Malangara Marthoma Syrian Church was inaugurated on 3rd July 2025 at 8 p.m. by Very Reverend Dr. Isho Matthew Achan. The inaugural session was presided by Dr. Annama Thomas, President of Marthoma Basquiamos Fellowship. The Secretary of Marthoma Basquiamos Fellowship, Mrs. Phoebe Elizabeth Matthews Kochma, welcomed those who joined the session. Mrs. Litty Joss, representing the faculty, felicitated the session. Mrs. Ligia Murray, representing the 4th batch, wished the new batch success. Mrs. Mida Marin Thomas performed a special song. The meeting concluded with prayer of Reverend Uman V. Achan. Mrs. Jodis Anna George Kochma served as the master of the ceremony. The 5th batch of Marbles consists of 42 participants. Throughout the 6 months period, 18 resource persons facilitated the course. In this batch, a new facilitator, Reverend Uman V. Achan, was introduced. The sessions in this course were conducted based on a curriculum developed by a team of core committee members and facilitators. This process was carried out under the directorship of Reverend Sujit Sam Achan, who serves as the course director of Marbles. The initial sessions, the general orientation, the biblical, theological, and historical foundations to comprehend the narratives of a clergy wife was taken by Reverend Sujit Sam Achan.
The second module includes the basic theology and doctrines, social and biblical analysis, history of the Marthoma Syrian Church of Malabar, introduction to the liturgy of Marthoma Church, and the structure and organizations of Marthoma Syrian Church, which were taken by Dr. Tracy Wilson, Mrs. Bindu Abraham, Dr. Mariama James, and Mrs. Susama George Matthew, respectively. Mrs. Preena Matthew and Reverend Sujit Samaman handled the sessions in Module 3A, which was based on clergy wife and personal space. It covered conscious self-perception of the role of a clergy wife and personal spirituality, enhancement of personal skills, and pressure of popular role expectation in the life of a clergy wife. Module 3B was based on clergy wife and ministerial space. It covered the responsibilities of a priest in the Marthoma Church, clergy wife and the scope and level of ministerial involvement, ministerial challenges of clergy wife, and practical ministerial skills of a clergy wife. These were taken by Reverend Uman V. Workiachan, Mrs. Navida Mary Georgie, and Mrs. Litty Joss, and Dr. Annamma Thomas, respectively. Module 3C was a panel discussion based on clergy wife and professional and social space, which was led by Advocate Sheila Solomon, Mrs. Asha Verghese, and Mrs. Christina Matthews. Module 3D was based on clergy wife and family space. It covered husband-wife, parent-children, and clergy-wife extended family relationships in a clergy family, which was led by Mrs. Reena John and Mrs. Preena Matthew. Module 3E was based on clergy wife and transfer, management of resources in the life of a clergy family, overview of general health concern, post-retirement consideration, and unpredicted mishaps in the life of a clergy wife. This was taken by Mrs. Nancy Eisen Joshua, Mrs. Rachel Uman, Dr. Aggie Susan Sajeev, Mrs. Merikuti George, and Mrs. Maya Rachel Thomas, respectively. We remember the pioneers of marbles for their valuable contribution, including former office bearers of Marthoma Baskyoma Fellowship and former coordinators, Mrs. Jodi Abin, Mrs. Binsi, and Mrs. Litty Rennie. I would like to thank our patron, Right Reverend Dr. Thomas Martitos Episcopa, the President of Marthoma Baskyoma Fellowship, Dr. Annamma Thomas Kochuma, Secretary Mrs. Phoebe Elizabeth Matthews Kochuma, and Treasurer Advocate Sheila Solomon Kochuma, and all the core committee members for this God-given opportunity. I extend my sincere thanks to the course director, Reverend Sujit Samaman, for leading us from the front and providing all the supports, and for making marbles a meaningful and a blessed venture. Most importantly, I thank to all the facilitators and all the participants who took this course very seriously and worked hard for its success. With gratitude to the Almighty and utmost happiness, we present before you the valedictorians of Marbles 2025-2026. Here we go. Over to John C. Kochuma for the video presentation.
Thank you, Soni Kochuma, and a special thanks to John C. Kochuma for helping us relive these meaningful moments through the video presentation. We now come to a special segment, hearing from those who have facilitated this program and those who have walked this journey. Let us listen to Dr. Aggie Sajeev and Ms. Donna Santosh Kochumas as they share their experiences. Over to you, Aggie Kochuma, followed by Donna Kochuma. Thank you, കൊച്ചുമ്മ. കേൾക്കാലോ അച്ഛൻ? എത്രയും ബഹുമാനപ്പെട്ട ഡോക്ടർ ഷാംപി തോമസ് അച്ഛൻ, ഉമ്മൻ വി വക്കി അച്ഛൻ, സുജിത മാമൻ അച്ഛൻ, ബെസ്കിയാമോസ് ഫെലോഷിപ്പിന്റെ ഭാരവാഹികളായ കൊച്ചമ്മമാര്, കോർ കമ്മിറ്റി മെമ്പേഴ്സ്, മാർബിൾസ് ടീമിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രിയപ്പെട്ട കൊച്ചമ്മമാരെ, കോർഡിനേറ്റർ സോണി കൊച്ചമ്മ, എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. മാർബിൾസിന്റെ 5ാം വാലിഡേറ്ററി ഫംഗ്ഷനായിട്ട് നമുക്ക് ഇങ്ങനെ കൂടി വരുവാൻ മാർബിൾസിന്റെ 5ാം വാലിഡേറ്ററി ഫംഗ്ഷനായിട്ട് നമുക്ക് ഇങ്ങനെ കൂടി വരുവാൻ ദൈവം സാധിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം കരയറ്റുന്നു. മാർബിൾസ് ഫെസിലിറ്റേറ്റേഴ്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു റെസ്പോൺസ് നൽകുക എന്നുള്ള ഉത്തരവാദിത്തത്തിലേക്കാണ് കടക്കുന്നത്. മാർബിൾസ് കോഴ്സിൽ ക്രമീകരിച്ചിട്ടുള്ള അനേകം പ്രധാന വിഷയങ്ങളിൽ ആരോഗ്യ കാര്യങ്ങളെപ്പറ്റി ഒരു ക്ലാസ് എടുക്കുവാൻ ദൈവകൃപം ചെയ്തു. ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ലേണിംഗ് കണ്ടിന്യൂസ്, ലേണിംഗ് നെവർ സീസസ്. സോ അപ്പൊ അതുകൊണ്ട് തന്നെ 5 വർഷവും ഈ ഒരു ക്ലാസ് പ്രിപ്പറേഷനിലും അത് പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള കൊച്ചന്മാരോട് ഡിസ്കസ് ചെയ്യുന്നത് വഴിയായിട്ടും ആക്റ്റീവായിട്ടുള്ള Q&A സെഷൻ വഴിയായിട്ടും എല്ലാം എനിക്കും അതൊരു പ്രത്യേകമായ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. ഈ ബാച്ചിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ആക്റ്റീവ് ഡിസ്കഷൻ നമുക്കുണ്ടായിരുന്നു. അതിനുശേഷവും കൊച്ചന്മാരൊക്കെ കോണ്ടാക്ട് ചെയ്തപ്പം അതിലൂടെ എനിക്കും അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ വായിക്കാനും ഒക്കെ അത് ഇടയായി തീർന്നു. നമ്മളെല്ലാവരും നമ്മളെല്ലാവരുടെയും ഒരു കോളിംഗ് എന്ന് പറയുന്ന നാം ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹത്തിൽ, അത് ചുറ്റുമുള്ളിടത്തും നമ്മുടെ ചർച്ചിലും എല്ലാം നമുക്ക് അല്പം കൂടി ബെറ്റർ ആയിട്ട് ചുറ്റുമുള്ളവരെ സെർവ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു വലിയ കോളിംഗ് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആഴ്ചകളിലെ എല്ലാ തേഴ്സ്ഡേ ക്ലാസ്സുകളിലും നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവും എല്ലാം ഒരു വൈഡർ കമ്മ്യൂണിറ്റിയിലേക്ക് ഡിസമിനേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കട്ടെ. എസ്പെഷ്യലി നമുക്ക് തന്നെ അത് ഫോളോ ചെയ്യാനും നമ്മുടെ ഫാമിലീസിലും നമ്മുടെ ചർച്ചിലും നമ്മുടെ വർക്ക് പ്ലേസിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിലും എല്ലാം ഒരു മാറ്റം വരുവാൻ തുടക്കമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മാർബിൾസ് എന്നൊരു വലിയ കൺസെപ്റ്റ് അത് ആദ്യം ഒറിജിനേറ്റ് ചെയ്ത ഇൻസെപ്ഷൻ ടൈമിലെ 1-2 വർഷങ്ങൾ നടക്കാൻ എളുപ്പമാണ്, കാരണം ആ ഒരു ആവേശം ഉണ്ട്. എന്നാൽ 5ാം വർഷവും കൺസിസ്റ്റന്റ് ആയിട്ടും കൂടുതൽ ആവേശത്തോടും പ്രയോജനപ്രദവുമായി നടത്തുവാൻ സാധിക്കുന്നതിൽ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സുജിസാമച്ചനോടും മർത്തോമ ബെസ്കിയാമോ ഫെലോഷിപ്പിലെ പ്രിയ കൊച്ചന്മാരോടും കോർ കമ്മിറ്റി മെമ്പേഴ്സിനോടും കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള പ്രിയ കൊച്ചന്മാരോടും സോണി കൊച്ചമ്മയോടും എല്ലാ ഫെസിലിറ്റേറ്റേഴ്സിനോടും ഞങ്ങളുടെ എല്ലാ ഫെസിലിറ്റേറ്റേഴ്സിന്റെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. ഇനിയും വരാനിരിക്കുന്ന എല്ലാ വർഷങ്ങളിലും ഈ പ്രവർത്തനം കൂടുതൽ ദൈവകൃപയോടുകൂടെ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിന്റെ ഭാഷ സ്നേഹം നിറഞ്ഞ നന്ദി. കേൾക്കാമോ കൊച്ചുമായി? Respected Very Reverend Dr. Shampi Thomas Achan, Reverend Umman V. Varki Achan, Marbles Course Director, Reverend Sujit Sam Maman Achan, Course Coordinator, Soni Mary Kochama, all the office bearers of Marthoma Baskiamos Fellowship, those who are attending today, all the felicitators of the course, and all my dear fellow student Kochamas, I greet you all in the precious and matchless name of our Lord and Savior Jesus Christ. It is indeed a great pleasure to be here before you as one of the students of Marbles of the 5th batch.
Actually, I had wished to join Marbles from the very first batch itself, but due to various circumstances, I couldn't able to make it. But now I thank God Almighty for allowing me, for giving me the opportunity to be as a part of Marbles fifth batch. To be very honest, I joined this course with a simple curiosity, and I just want to know what is happening here, or just I want to know what this class was about. But from the very beginning, or from the first class, after completing the first session of Sujit Achan, I took a firm decision that I should have to complete the whole sessions without missing anyone. And I thank God Almighty for helping me to be like that. And I completed the whole classes without any fail. It was very enriching for me. It was a blessing for me. Personally, it was a very blessing for me. And as we all know, the course has been divided into in various modules. And after completing each and every session, I could able to learn new things and brought great clarity to various thoughts which I was carrying in my mind for years. Every ideas and experiences shared by other Kochamas was very helpful and informative and relevant to my personal as well as to our ministerial life in many ways. As a Kochama, the paths that we regularly walk through in our lives were the very paths through which my thoughts traveling while going through all these modules. Some classes really touched me a lot, and I was asking some questions to me that what is the plan of God to be as a Kochama along with Achan. So I was asking some questions to me, and I am trying to find answers for that too. And when I heard about the experiences shared by our senior Kochamas in various sessions, I could able to realize that the various challenges and trials which they went through, and also I could able to understand more about the challenges which we are going to face in our future days. And also it helped me that these experience sharing helped me to understand how to respond to these challenges with a great wisdom and faith. Also, through this class, I came to realize that how the elder Kochamas or the working Kochamas balanced their responsibilities along as balance their responsibilities as a working woman and also as a clergy wife. Years back, I too had gone through these similar situations, and at that time, I faced some difficulties in balancing these responsibilities as a working woman, as a mother, and as a clergy wife. But now, with the help of God, I can confidently say that if God willing, I'll be able to manage my responsibilities as a mother, as a teacher, and also as a clergy wife. And when I first received the schedule, and I wondered whether some of the topics regarding the retirement life, is it necessary to include in this course? And I was actually eagerly waiting for that last module. So after completing that session, when I hear from Merikuti Kochama, after completing that session, I totally changed my perspective. And I realized that it is necessary for a 15-year Kochama, for the Kochamas who started the journey as a Kochama, the first year doesn't matter. So I changed my perspective. So that was also very informative. That was also very essential as a Kochamas. And the finance management session, that also helps me a lot. And it helps me to realize that many of the decisions which I had taken in my life were the right ones. As a woman, we have the ability either to preserve money or to waste money. That's our choice. And also the
another thing which helped me, or the very informative and enriching thing which I feel, was the 30-minute discussion after the each and every classes. Sujitachan encouraged each of us to speak out. Achan always asking us to share our ideas, to on the videos, and we have to share our ideas. Most of us responded to that, and I too was one of them. So it was very informative, and when I hearing some ideas from others, it helps me a lot to be here in the ministry of God. So I praise and glorify Almighty God for giving Sujitachan such a vision to start this course for Kochamas in Marthoma Church. I sincerely hope and pray to God Almighty that this course may help many more Kochamas to receive the enrichment or encouragement and the enrichment or encouragement and light in the journey in the coming years too. So let me conclude my words, and may God bless us all. Thank you. Thank you for those heartfelt reflections, Kochamas. Truly, this journey has been a testimony of growth and grace. Give thanks to the Lord, for he is good. His love endures forever. Psalm 107, verse 1. I now invite Mrs. Susuma George Matthew Kochuma to propose the vote of thanks. Welcome. കേൾക്കാമോ? ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമോ? കേൾക്കാം കൊച്ചുമേ, കേൾക്കാം കൊച്ചുമേ. ആരും ഒന്നും പറഞ്ഞില്ല, അതുകൊണ്ട് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഈ വാലിഡിക്ടറി ഫംഗ്ഷന്റെ അധ്യക്ഷ ഡോക്ടർ അന്നമ്മ തോമസ് കൊച്ചമ്മ, ബഹുമാനപ്പെട്ട വെരി റവറൻഡ് ഷാംപി തോമസ് അച്ഛൻ, കോഴ്സ് ഡയറക്ടർ ആയിരിക്കുന്ന സുജിത് സമാമനച്ചൻ, മറ്റച്ഛന്മാരെ, കൊച്ചമ്മമാരെ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കട്ടെ. മാർത്തോമ ബസ്ക്യാമോസ് ലേണിംഗ് എൻറിച്ച്മെന്റ് സ്കൂളിന്റെ 5ാമത്തെ സെഷന്റെ വാലിഡിക്ടറി മീറ്റിംഗ് ഇത്രത്തോളം ഭംഗിയായിട്ട് നടത്തുവാൻ വ്യാപരിച്ച ദൈവകൃപയ്ക്ക് 1000 നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. സമയം അതിക്രമിച്ചു. സാധാരണ നമ്മൾ 9:30 നിർത്തുന്നതാണ്. അതിനാൽ ഞാൻ അധികം കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും തന്നെ പറയുന്നില്ല. ഈ യോഗത്തിന്റെ അധ്യക്ഷയായിരിക്കുന്ന ഡോക്ടർ മിസസ് അന്നമ്മ തോമസ് കൊച്ചമ്മ മാർത്തോമ ബസ്ക്യാമോസ് ഫെലോഷിപ്പിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കൊച്ചമ്മയുടെ നേതൃത്വം ഈ മാർബിൾസ് കോഴ്സിന് ഒരു മുതൽക്കൂട്ടാണ്. കൊച്ചമ്മ ഒരു റിസോഴ്സ് പേഴ്സൺ കൂടിയാണ്. കൊച്ചമ്മയോടുള്ള പ്രത്യേകം സന്തോഷം, നന്ദി അറിയിക്കട്ടെ. ഇന്നത്തെ വാലിഡിക്ടറി അഡ്രസ് നമുക്ക് നൽകിയത് വെരി റവറൻഡ് ഷാംപി തോമസ് അച്ഛനാണ്. ഞാൻ അച്ഛനെ പരിചയപ്പെടുത്തുന്നതിലും എല്ലാം പരിചയപ്പെടുത്തിയാണ്. അച്ഛന്റെ ഇന്നത്തെ ഒരു വാലിഡിക്ടറി അഡ്രസ് വളരെ പുതുമയുള്ള ഒന്നായിരുന്നു. അതായത് മാർബിൾസിന്റെ ഓരോ അക്ഷരങ്ങളും യോഹന്നായ സുവിശേഷം 2-ാം അധ്യായത്തിലെ മറിയയുമായി ബന്ധിപ്പിച്ച് അതിനൊരു പുതിയ വ്യാഖ്യാനമൊക്കെ നൽകി ഓരോ അക്ഷരങ്ങളും എക്സ്പാൻഡ് ചെയ്ത് നമ്മെ വളരെ ആഴമായ ചിന്തയിലേക്ക് നയിച്ചു. അതുപോലെ തന്നെ നാം നമ്മുടെ മഹത്വത്തിന് വേണ്ടിയല്ല, ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മുടെ മഹത്വത്തിനല്ല, എന്നാൽ ദൈവനാമ മഹത്വത്തിനായിട്ട്
ദൈവനാമ മഹത്വം വെളിപ്പെടുത്തുന്ന, അതിലൂടെ അനേകരെ ദൈവത്തിങ്കലേക്ക് ആകർഷിക്കുന്ന ചാലകങ്ങളായി തീരുവാൻ നമ്മെ ആഹ്വാനം ചെയ്തു. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള പ്രത്യേകമായ സന്തോഷം ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. 2019 ബിസ്കോമോസ് ഫെലോഷിപ്പിന്റെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടിയപ്പോൾ അന്ന് എന്നെയും പുഷ്പ കൊച്ചമ്മയും ബോബി അച്ഛന്റെ കൊച്ചമ്മ രാജി കൊച്ചമ്മയും ഔദ്യോഗിക ഭാരവാഹികളായിട്ട് തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുത്ത് 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് കോവിഡായി. പിന്നെ നമുക്ക് മീറ്റിങ്ങുകളൊന്നും നടത്താൻ പറ്റാത്ത സാഹചര്യമായി. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചു, എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കൊച്ചമ്മമാർക്ക് വേണ്ടി നമുക്ക് ഓഫ്ലൈനായിട്ട് അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് മീറ്റിംഗ് ഒന്നും കൂടാനായിട്ട് പറ്റുന്ന സാഹചര്യമില്ല. അങ്ങനെ വന്നപ്പോൾ ഒരു 2020 ഒക്ടോബർ ഒക്കെ ആയപ്പോൾ മനസ്സിൽ വന്ന ഒരാശയമാണ്. അന്ന് ആ സമയത്ത് 2020 മാർച്ച് ഏപ്രിൽ കഴിഞ്ഞപ്പോഴാണ് ഓൺലൈൻ മീറ്റിങ്ങുകളും ഒക്കെ ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് അല്ലെങ്കിൽ സാധാരണമായിട്ട് നടത്താനായിട്ട് തുടങ്ങി. അപ്പൊ അന്നേരം വിചാരിച്ചു, കൊച്ചമ്മമാർക്കായിട്ടൊരു ഓൺലൈൻ കോഴ്സ് നടത്തിയാൽ അത് വളരെയധികം പ്രയോജനകരമായി തീരും. കാരണം ഫിസിക്കലായിട്ട് വന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കില്ല. അപ്പോൾ ഒരു ഓൺലൈൻ കോഴ്സ് തുടങ്ങിയാലോ എന്ന ചിന്ത മനസ്സിൽ വന്നപ്പോൾ അന്ന് ആദ്യമായിട്ട് ഞാൻ വിളിച്ചത് ജ്യോതി കൊച്ചമ്മയും, നമ്മുടെ ജേക്കബ് മാത്യുവിന്റെ മകൾ ജ്യോതി കൊച്ചമ്മയും സുജിത് സാമാമനച്ചൻ ബസ്ക്യാമാരുമായി ബന്ധപ്പെട്ടാണ് അച്ഛന്റെ പഠനം നടത്തിയതെന്ന് അറിയാമായിരുന്നുകൊണ്ട് അച്ഛനെയും വിളിച്ച് ആണ് ഈ കാര്യത്തെ കുറിച്ച് സംസാരിച്ചത്. അപ്പൊ അച്ഛൻ അത് വളരെ അത് ആ ഒരു ചിന്തയെ സ്വാഗതം ചെയ്യുകയും അതിന് അച്ഛൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്ന് അച്ഛൻ സമ്മതിക്കുകയും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ പിന്നീട് ഞങ്ങള് ബസ്ക്യാമോസ് ഫെലോഷിപ്പിന്റെ കമ്മിറ്റി കൂടി ഇങ്ങനെ ഒരു ഓൺലൈൻ കോഴ്സ് നടത്താനായിട്ട് തീരുമാനമെടുക്കുകയും അത് അച്ഛനെ അറിയിച്ച് അച്ഛൻ അപ്പോ അന്ന് മുതൽ അച്ഛൻ വളരെയധികം കഠിന അധ്വാനം ചെയ്ത് ഇതിന്റെ സിലബസ് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ ഗൈഡ് ലൈൻസ് അച്ഛൻ തന്ന് അച്ഛൻ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടു. അച്ഛൻ തന്നെ അതിന്റെ ഒരു കോഴ്സ് ഡയറക്ടറായിട്ട് ഇരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അങ്ങനെ അന്ന് മുതൽ 2020 ഒക്ടോബറിൽ വന്ന ഒരു ആലോചന ഇത്രത്തോളം ഇങ്ങനെ ഒരു 5 സെഷൻസ് 5 കോഴ്സ് നടത്താനായിട്ട് സാധിച്ചെന്നുള്ളത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്റെ ഒരു ഹാർഡ് വർക്ക്, ഡിറ്റർമിനേഷൻ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് മാത്രമാണ് ഇത് നടക്കാനായിട്ട് സാധിച്ചത്. ഇത്രത്തോളം നടത്തിക്കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. അനേകർക്ക് അത് പ്രയോജനം ചെയ്യുകയും ചെയ്തു. ബഹുമാനപ്പെട്ട സുജിത് സാം മാമനച്ചനോട് പ്രത്യേകമായുള്ള സന്തോഷവും നന്ദിയും ഈ സമയത്ത് രേഖപ്പെടുത്തട്ടെ. ആദ്യകാലങ്ങളിൽ 2 സെഷൻസ് ജ്യോതി കൊച്ചമ്മയാണ് അതിന്റെ കോഴ്സ് കോർഡിനേറ്റർ ആയിട്ട് പ്രവർത്തിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 കൊച്ചമ്മമാരും കൂടെ വന്നു, ബിൻസി കൊച്ചമ്മയും ലിറ്റി കൊച്ചമ്മയും. അത് കഴിഞ്ഞിപ്പോൾ സോണി മേരി സ്റ്റാലിൻ കൊച്ചമ്മയുടെ കഠിനാധ്വാനം ഇതിന്റെ പിൻപിലുണ്ട്. ഓരോ ആഴ്ചത്തെയും ക്ലാസ്സിന് മുൻപ് കൊച്ചമ്മ അത് തക്ക സമയത്ത് അറിയിക്കുകയും എല്ലാവരെയും എൻകറേജ് ചെയ്യുകയും അതുപോലെ വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്ത് കൊച്ചമ്മ ഇന്നത്തെ അക്കാഡമിക് റിപ്പോർട്ട് പ്രസന്റേഷൻ നടത്തിയതും കൊച്ചമ്മയാണല്ലോ. പ്രത്യേകമായുള്ള സന്തോഷം ഈ സമയത്ത് അറിയിക്കട്ടെ. ബസ്ക്യാമോസ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിലാണല്ലോ ഈ കോഴ്സ് നടത്തുന്നത്. ഫെലോഷിപ്പിന്റെ ഔദ്യോഗിക ചുമതലക്കാർ സെക്രട്ടറി പ്രസിഡന്റ് ഉഷ കൊച്ചമ്മ, ഡോക്ടർ അന്നമ്മ തോമസ് കൊച്ചമ്മ, സെക്രട്ടറി ഫിബി എലിസബത്ത് മാത്യു കൊച്ചമ്മ, ട്രഷറർ അഡ്വക്കേറ്റ് ഷീല സോളമൻ കൊച്ചമ്മ, മറ്റേ കോർ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഇതിന് വളരെയധികം നേതൃത്വം നൽകി, വളരെയധികം സപ്പോർട്ട് ചെയ്തു. അവരുടെയൊക്കെ നേതൃത്വത്തിനായിട്ട് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. എല്ലാവരോടുമുള്ള പ്രത്യേകമായുള്ള സന്തോഷം ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യും. ഇതിന്റെ ഫെസിലിറ്റേറ്റേഴ്സ് ആയിട്ട് പ്രവർത്തിച്ചത് 18 പേരാണ്. അത് സുജിത് സമാമനച്ചനും ഉമ്മൻ വി വർക്കിയച്ചനും കഴിഞ്ഞാൽ ബാക്കി 16 പേരും കൊച്ചമ്മമാര് തന്നെയാണ്.
നന്നായിട്ട് തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു. അത് ഈ പങ്കെടുത്ത എല്ലാവർക്കും അത് പ്രയോജനകരമായിരുന്നു. എല്ലാ കൊച്ചമ്മമാരോടും അച്ഛന്മാരോടുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കട്ടെ. ഇന്ന് മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച, തുടക്കത്തിൽ ഗാനം ആലപിച്ച ജോസ്ലിൻ മറിയം കൊച്ചമ്മ, അതുപോലെ തന്നെ നമ്മുടെ സ്മിത മെറിൻ കൊച്ചമ്മ, രണ്ടുപേരോടുള്ള പ്രത്യേക സന്തോഷം അറിയിക്കട്ടെ. ഓപ്പണിംഗ് പ്രയർ നടത്തിയ മിസസ് ആശ അന്ന എബ്രഹാം കൊച്ചമ്മ, അതുപോലെ ക്ലോസിംഗ് പ്രയർ നടത്തുന്ന ബഹുമാനപ്പെട്ട ഉമ്മൻ വി വർക്കിയച്ചൻ, പാർട്ടിസിപ്പൻസിനെ പ്രതിനിധീകരിച്ച് നല്ല ഒരു വാല്യുവേഷൻ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത ഡോണ കൊച്ചമ്മ, നമുക്കിവിടെ രാത്രിയായിരിക്കുമ്പോൾ അവിടെ പകലാണ്, US ഇരുന്നുകൊണ്ടാണ് ഇതൊക്കെ സംസാരിച്ചത്. കൊച്ചമ്മയുള്ള സന്തോഷം. അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റേഴ്സിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് സംസാരിച്ച ഡോക്ടർ ആഗി കൊച്ചമ്മ, ഇവരോടെല്ലാവരോടുമുള്ള പ്രത്യേകമായുള്ള സന്തോഷം അറിയിക്കട്ടെ. പിന്നെ ഈ കോഴ്സിന്റെ വിജയം എന്ന് പറയുന്ന, ഈ കോഴ്സിൽ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള കൊച്ചമ്മമാരാണ്. പാർട്ടിസിപ്പൻസ് ആയിട്ട് ഉണ്ടായിരുന്ന എല്ലാ കൊച്ചമ്മമാരോടും ഹൃദയം നിറഞ്ഞായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തട്ടെ. തന്നെയല്ല, അവർക്ക് മാത്രം പോരാ, അവരെ പ്രോത്സാഹിപ്പിച്ച് ഇതിന് അനുവാദം കൊടുത്ത ബഹുമാനപ്പെട്ട അച്ഛന്മാർ പലരും, ഈ കൊച്ചമ്മമാരിൽ പലരും കൊച്ചു കുഞ്ഞുങ്ങളുള്ളവരാണ്. എന്നാൽ ഈ കൊച്ചമ്മമാര് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള സമയത്ത് കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുകയും ഒക്കെ ചെയ്ത അച്ഛന്മാർ, അങ്ങനെ സപ്പോർട്ട് ചെയ്ത അച്ഛന്മാര്, എനിക്ക് തോന്നുന്നു പലരും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് വീഡിയോ ഓൺ ചെയ്യാനെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇവരോടെല്ലാമുള്ള പ്രത്യേകമായിട്ടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കൊച്ചമ്മമാര് മിക്കവാറും പേര് ടെക്കീസാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രസന്റേഷൻ ഒക്കെ നടത്തിയത് ജോൺസി മറിയം കൊച്ചമ്മയാണ്. കൊച്ചമ്മയോടുള്ള അഗൈതവുമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കട്ടെ. ഈ പ്രോഗ്രാമിന്റെ മാസ്റ്റർ ഓഫ് സെറമണി ആയിരുന്ന അനീറ്റ കൊച്ചമ്മ, ക്രിസ്റ്റീന കൊച്ചമ്മ, ഇവരോട് രണ്ടുപേരോടും ഉള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. ആരെയും ഞാൻ വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. എല്ലാവരോടും ഒരു പ്രാവശ്യം കൂടെ ഈ മാർബിൾസിൽ വിവിധ രീതിയിൽ വേണ്ടതായുള്ള നേതൃത്വം നൽകിയവർ, സഹായിച്ചവർ, പങ്കെടുത്തവർ, ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്തവർ എല്ലാവരോടുമുള്ള പ്രത്യേകമായുള്ള സന്തോഷം അറിയിക്കട്ടെ. ഈ കോഴ്സ് ഏറ്റവും പ്രയോജനകരമായി നമ്മുടെ ഭാവി ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷയ്ക്ക് അത് ഏറ്റവും അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. Thank you, Kochima, and deepest gratitude to you as well. As we conclude, let us surrender all that we have received into God's hands. I invite Reverend Uman V. Varkiachin to lead us in the closing prayer, followed by benediction. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, മാർബിൾസിന്റെ ഈ വാലിഡേറ്ററി ഫംഗ്ഷൻ അത് വ്യാപരിച്ച എല്ലാ ദൈവ കാരുണ്യത്തിനായും കൃപകൾക്കായും ഞങ്ങൾ നിനക്ക് നന്ദി കരയറ്റുന്നു. മാർബിൾസിന്റെ 5 ബാച്ച് വിജയകരമായി പൂർത്തീകരിക്കാൻ അവിടുന്ന് ഞങ്ങൾക്ക് പകർന്ന ദൈവകൃപയെ ഞങ്ങൾ ഓർക്കുന്നു. അതിനെ വ്യത്യസ്ത രീതിയിൽ നേതൃത്വം നൽകിയ എല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് സ്മരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ബാച്ചിൽ പഠനം പൂർത്തീകരിച്ച കൊച്ചന്മാരെ ഞങ്ങൾ ഓർക്കുന്നു. ഈ ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിലൂടെ ആണല്ലോ അവർ കടന്നുപോയത്. അവരുടെ ആളത്വത്തിനും ചിന്തകൾക്കും ശീലങ്ങൾക്കും ഒക്കെ നൽകിയ രൂപാന്തരം അവര് തുറന്ന് ഇടപെടുന്ന എല്ലാ മേഖലകളിലേക്കും വ്യാപരിപ്പിക്കാൻ അവരെ നീ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാർബിൾസിന്റെ 5 ബാച്ച് വളരെ ഭംഗിയായി ക്രമീകരിക്കാൻ നേതൃത്വം നൽകിയ മസ്കിയോമ ഫെലോഷിപ്പിനെ ഞങ്ങൾ ഓർക്കുന്നു. അവരിലൂടെയൊക്കെ പകർന്ന എല്ലാ സ്നേഹ കരുതലുകൾക്കായും നല്ല അനുഭവങ്ങൾക്കായും ഞങ്ങൾ ഒരിക്കൽ കൂടെ നിന്നെ സ്തുതിക്കുന്നു.
ദൈവമായ കർത്താവ് വളരെ ഭാവനാപൂർവമായ ചിന്തകളോടുകൂടെ ഈ കോഴ്സിന് നേതൃത്വം നൽകുന്ന സുജിത് സാമച്ചനെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. അച്ഛനിലൂടെ ലഭിക്കുന്ന ധന്യ നേതൃത്വത്തെ ഞങ്ങൾ ഓർക്കുന്നു. ഇന്ന് വ്യാപരിച്ച എല്ലാ ദൈവിക കൃപകൾക്കായി ഞങ്ങൾ നന്ദി കരയറ്റുന്നു. ഞങ്ങൾ ദൈവനാമ മഹത്വത്തിനായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ കൂട്ടിച്ചേർത്ത് ദൈവരാജ്യത്തിന്റെ വലിയ വിപുലീകരണത്തിനായി ഉപയോഗിക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണമേ. ഇന്ന് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും, ഈ കോഴ്സിലൂടെ കടന്നുപോയ എല്ലാവരെയും, ഞങ്ങൾ തുടർന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും അങ്ങയുടെ സാന്നിധ്യം നൽകി ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തി ശക്തീകരിക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് ഇന്ന് ഞങ്ങളുടെ മധ്യേ വാണരുളുന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ഏകപുത്രന്റെ കൃപ, നമ്മെല്ലാവരെയും നവ്യമാക്കുന്ന പരിശുദ്ധ റൂഹായുടെ സാന്നിധ്യവും സഹവാസവും നാം ഏവരുടെ മേൽ, പ്രത്യേകിച്ച് മാർബിൾസിന്റെ ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വ്യാപരിച്ച എല്ലാ കരുണകൾക്കായി ഇപ്പോഴും എല്ലായ്പ്പോഴും ഞങ്ങളോടുകൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. As we come to the close of this validatory session, we extend our heartfelt thanks to everyone who made this program a grand success. Your presence, support, and participation have truly made this journey meaningful and memorable. Let us conclude with the words from the Bible. Rejoice always, pray continually, give thanks in all circumstances, for this is God's will for you in Christ Jesus. Thank you all once again. Have a blessed and wonderful day.